ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനുർറഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. Our Father in heaven, holy be your name. Your kingdom come, your will be done on earth as it is in heaven. Give us this day our daily bread. Forgive our sins as we forgive those who sin against us. Do not bring us to the test, but deliver us from all evil. Amen. Om yonda pravishya mama vachamimam prasuptam sanjeevayatyagila shakti dharaswadhamnam അന്യാം സഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ ഭാഗത്തേക്കൊക്കെ വരാൻ. ഇതിനു മുമ്പ് ഒരു 5-6 വർഷം മുമ്പാണ് മടികേരി അടുത്ത് എവിടെയോ നപ്പോക്ലു അങ്ങനെ എന്തൊരു സ്ഥലമുണ്ട്. അവിടുത്തെ ഒരു പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. പിന്നെ കർണാടകയിൽ അധികവും അമ്പലങ്ങളുമായിട്ടാണ് കൂടുതൽ ബന്ധമുള്ളത്. ഉടുപ്പി, മൂകാംബിക അവിടെയൊക്കെയുള്ള പരിപാടികൾക്ക്, അവിടെയൊക്കെയുള്ള ക്ഷേത്ര പരിപാടികൾക്ക്, ധർമ്മസ്ഥല, കുറേ കാലമൊക്കെ കുടജാദ്രിയിൽ പോയി അവിടെയൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും പോകാൻ സമ്മതിക്കാറില്ല. ഇപ്പോൾ അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങോട്ട് ആരും അധികം താമസിക്കാനൊന്നും വിടാറില്ല. മറ്റത് കുടജാദ്രിയിൽ ചിത്രമൂല ഗുഹ എന്ന് പറഞ്ഞ ഒരു സ്ഥലം. കുടജാദ്രിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഉള്ളിലേക്ക് പോകണം. അവിടെയൊക്കെ മാസങ്ങളോളം താമസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു രാത്രി പോലും തങ്ങാൻ സമ്മതിക്കില്ല, നിയന്ത്രണങ്ങളായി. പിന്നെ ധർമ്മസ്ഥല, അതേപോലെ തന്നെ മുരുടേശ്വർ, ഈ ഭാഗങ്ങളിലൊക്കെയാണ് സാധാരണ വന്നിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് അധികം വന്നിട്ടില്ല, യാത്ര ചെയ്തിട്ടുണ്ട്. കുക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഈ വഴിക്കൊക്കെ പോകാറുണ്ട്. ഏതായാലും വളരെ സന്തോഷമുണ്ട് നബിദിനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കാൻ. ഈ മാസം മുഴുവൻ പല ഇടങ്ങളിലും പരിപാടിയുണ്ട്. ശരിക്കും 16-ാം തീയതി തുടങ്ങിയ പരിപാടികൾ ഇനി അടുത്ത 16-ാം തീയതി 15 വരെയൊക്കെ അങ്ങനെ നീളും. നാളെ തിരിച്ചു ചെന്നിട്ട് നാളെ വൈകുന്നേരം വീണ്ടും നാട്ടിൽ പരിപാടിയുണ്ട്. അത് കഴിഞ്ഞാൽ കൊല്ലം ശാസ്താംകോട്ടയിലാണ് പോകേണ്ടത്. അങ്ങനെ ഓരോ ദിവസം അങ്ങനെ പോകുന്നു. എനിക്ക് തോന്നുന്നത് ഒരുവിധം എല്ലാവർക്കും മലയാളമൊക്കെ മനസ്സിലാവും എന്നുള്ളതാണ്. എനിക്കാണെങ്കിൽ കന്നഡ കേട്ടാൽ മനസ്സിലാവും, കൊത്താൻ പറ്റൂല അല്ലേ? അങ്ങനെയാണ്. അതെ, പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അണ്ടർസ്റ്റാൻഡിങ് അത് കന്നഡ ന്യൂസൊക്കെ കേൾക്കാറുണ്ട്. ഏതായാലും ഇന്നത്തെ ദിവസം നമ്മൾ ഒരു പ്രത്യേകമായ സമയത്താണ് കൂടിയിരിക്കുന്നത്. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകൻ്റെ ജയന്തിയുമായി ബന്ധപ്പെട്ട് സ്മരണകൾക്കാണ് നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം, പ്രവാചക ജയന്തി, ജനനവുമായി ബന്ധപ്പെട്ടതിനെയാണ് ജയന്തി എന്ന് പറയാം. പണ്ഡിതന്മാരുടെ ഇടയിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി 12 എന്ന് ഉറപ്പിച്ച് പറയുന്ന വിഭാഗങ്ങൾ കുറവാണ്. പലർക്കും അത് ഏതെങ്കിലും ദിവസങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചിലവർക്ക് ആ സ്മരണ തന്നെ വേണ്ട എന്ന് പറയണവരുണ്ട്. പക്ഷേ ഞാൻ പഠിക്കുമ്പോൾ, ഞാൻ മനസ്സിലാക്കുമ്പോൾ മതങ്ങളൊക്കെ അവരുടെ നേതാക്കന്മാരുടെ, അവരുടെ സ്ഥാപകരുടെ ജയന്തിയും സമാധിയുമൊക്കെ ആചരിക്കുന്നതാണ് ഏറ്റവും മനുഷ്യ മനസ്സിന് നല്ലത്, അല്ലെങ്കിൽ അവരുടെ സംസ്കരണത്തിന് നല്ലത്. അവരുമായി ബന്ധപ്പെട്ട മതങ്ങളിലെ ആചാര്യന്മാരുടെ, അവരുടെ ഋഷിമാരുടെ, ഗുരുക്കന്മാരുടെ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം
ദൈവം കഴിഞ്ഞാൽ അടുത്ത സ്മരണ എപ്പോഴും നടത്തുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. എല്ലാവർക്കും രാവിലെ ബാങ്ക് തുടങ്ങുമ്പോൾ നമുക്കറിയാം അഷ്ഹദു അലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ് പറയുന്നത്. കാരണം ദൈവത്തെയും ആ ദൈവത്തിൻ്റെ ആ സന്ദേശം ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ നിമിത്തമായ ഒരു ദേഹ സംവിധാനത്തിൻ്റെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുക്കന്മാരാരും തന്നെ ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയിൽ നിന്നും മാത്രമല്ല തുടങ്ങുന്നത്. അത് പ്രത്യേകിച്ചും മുഹമ്മദ് മുസ്തഫയെക്കുറിച്ച് പറയുമ്പോൾ അവരെന്നും അവരുടെ ആമിനയിൽ നിന്ന് ഉത്ഭവിക്കുന്നതിന് മുമ്പ്, എത്രയോ നൂറ്റാണ്ട് മുമ്പേ, അല്ലെങ്കിൽ എത്രയോ കാലയുഗങ്ങൾക്ക് മുമ്പേ ആദിമ നൂറായി, ആദിമ പ്രകാശമായി, ആദിമ ചൈതന്യമായി ഉണ്ടായിരുന്നു എന്നാണ് സൂഫികളുടെയൊക്കെ വാദം. തസവൂഫിൻ്റെ വഴികളിൽ പങ്കെടുത്താൽ അവർ പറയുന്നത് മുഹമ്മദ് ഒരു വ്യക്തിയായി ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാവം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആദിമ നൂറ്, ആ പ്രകാശം, അതിൻ്റെ ഒളി, അത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സർവ്വസൃഷ്ടികൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആയിരിക്കണം ഒരു ഇസ്ലാമിൻ്റെ അനുയായിയുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്ന ഭക്തി, അങ്ങനെ ആയിരിക്കണം. അല്ലാണ്ട് ചരിത്രത്തിലെവിടെയോ ഉണ്ടായ ഒരു വ്യക്തിയായി അധപ്പതിപ്പിക്കുമ്പോഴാണ്, ചരിത്ര പുരുഷനായി മാത്രം കാണുമ്പോഴാണ് ദൈവിക ഇടപെടലുകൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നത്. ഈ വിശ്വാസം തന്നെയാണ് എല്ലാ മതങ്ങൾക്കും ഉള്ളത്. ഞാൻ സംസാരിക്കുമ്പോൾ എല്ലാ മതങ്ങളെയും താരതമ്യം ചെയ്തിട്ടാണ് സംസാരിക്കുക. ഇന്ന് നബിദിനമായതുകൊണ്ടും എന്നെ ശ്രവിക്കുന്നവരിൽ അധികവും നബിയുടെ അനുയായികളായതുകൊണ്ടും അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ പറയുന്നേ ഉള്ളൂ. അതാത് വേദികളിൽ പറയുമ്പോൾ, ഇപ്പോൾ ചർച്ചിൽ പോകാറുണ്ട്, ആ സമയത്ത് അവിടെ ഖുറാനും ഭഗവത്ഗീതയൊന്നും പറയാറില്ല. 100% ബൈബിളിൽ നിന്ന് പറയും. കാരണം 100% ബൈബിളിൽ നിന്ന് മാത്രം മണിക്കൂറുകളോളം സംസാരിക്കാൻ ദൈവം അനുവദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള അറിവ് ദൈവം തലച്ചോറിൽ തരുന്നുണ്ട് എന്നുള്ളതുകൊണ്ട്. അതേപോലെ അമ്പലത്തിലെ പ്രഭാഷണത്തിൽ 100% ഏത് ടെക്സ്റ്റാണോ, ഇപ്പോൾ രാമായണം പറയണ്ടെങ്കിൽ രാമായണം മാത്രം പറയാം. അല്ലാണ്ട് നമുക്കറിയുന്നൊരു വിഷയം മാത്രം ഏത് വേദിയിലും പറയുന്ന ചില ആളുകളുണ്ട്. അതും അവരെ മോശമാക്കി പറയല്ല, അല്ലെങ്കിൽ അവരുടെ അതല്ല, ചിലവർക്ക് അങ്ങനെയാണ്. അപ്പം ഞാനൊരു ഹിന്ദു ആണെങ്കിൽ എവിടെ പോയാലും എനിക്ക് എൻ്റെ ഹിന്ദുവിൻ്റെ മാത്രമേ അറിയുള്ളൂ എന്നുള്ളൊരു ചില രീതിയുണ്ട്. പക്ഷെ ഭാഗ്യം കൊണ്ട് ചെറുപ്പം മുതലേ എല്ലാ മതങ്ങളെയും പഠിക്കാൻ വേണ്ടി എൻ്റെ അച്ഛനും അമ്മയൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ്. അത് കാണാനും അറിയാനും അടുത്തിടപെടാനും ഒക്കെ അവസരങ്ങൾ ഉണ്ടാക്കി തന്ന ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചത്. ഞാൻ എപ്പോഴും സന്തോഷിക്കും. കാരണം എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു വിലക്കുണ്ടായിരുന്നില്ല. ആകെ എന്നോട് എൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുള്ളത്, നല്ല കുട്ടിയായി എവിടെ പോയാലും അത് നല്ലോണം പഠിക്കണം, നല്ലോണം മനസ്സിലാക്കണം, അതിൻ്റെ നന്മകൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം, ആ നന്മകൾക്കനുസരിച്ച് നമുക്കും ജീവിക്കാൻ കഴിയുമെങ്കിൽ ആ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകണം. ഈ ഒരു ഉപദേശം കേട്ടിട്ടാണ് ഞാനൊക്കെ വളർന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് സംസാരിക്കുമ്പോൾ കൂടുതൽ നബിയെക്കുറിച്ചും ഇസ്ലാമിൻ്റെ പരിവേഷത്തെക്കുറിച്ചും ഖുർആനിനെക്കുറിച്ചൊക്കെ കൂടുതൽ പറയേണ്ടി വരും. കാരണം ഇന്ന് ഇസ്ലാമിൻ്റെ ഈ ഭൂമിയിൽ ആ ഒരു ത്വരീഖ്, അല്ലെങ്കിൽ ആ ഒരു വഴി സംവിധാനം, മുഹമ്മദീയ സംവിധാനം തുറന്നു കൊടുത്ത മഹത് വ്യക്തിയുടെ ജയന്തി സ്മരണകളാണ് ഇന്ന് നമ്മൾ അഴവറക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളാണ് പറയേണ്ടത്. എന്നാൽ മറ്റു മതങ്ങളിലും അതിൻ്റെ സമാനതകളുണ്ടെങ്കിൽ ഞാൻ പറയുകയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു, എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള നൂറായിരുന്നു, എല്ലാ സൃഷ്ടികളെയും ഉണ്ടാക്കിയത് പോലും ഈ നൂറിൽ നിന്നാണെന്നൊക്കെയാണ് ചില വിശ്വാസങ്ങളിൽ, സൂഫി വിശ്വാസങ്ങളിൽ നമ്മൾ കാണുന്നത്. എല്ലാം അവനിലൂടെയാണ് ഉണ്ടാക്കപ്പെട്ടത്, എല്ലാം അവൻ സാക്ഷിയായിരുന്നു, എല്ലാ സൃഷ്ടികൾക്കും അവൻ സാക്ഷിയായിരുന്നു, എല്ലാ ഒളികൾക്കും മുമ്പുള്ള ഒളികളായിരുന്നു, എല്ലാ മലക്കുകളെയും ഉണ്ടാക്കുന്നതിന് മുമ്പും അവനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൻ്റെ മഹത്വത്തിൽ നിന്ന് വേണം അവനവൻ്റെ പ്രവാചകന്മാരെ അതാത് മതത്തിലെ ഭക്തന്മാർ കാണാൻ. യേശുവിനെക്കുറിച്ചും ഇങ്ങനെ പറയാറുണ്ട്,
യേശുവിനെക്കുറിച്ചുള്ള നിക്യ സുനഹദോസിൽ കൂടിയ അവരുടെ വിശ്വാസ പ്രമാണത്തിൽ അങ്ങനെയാണ് പറയുന്നത്. സർവശക്തനും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയാം, അവിടുത്തെ കർത്താവായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിറന്നവനും എന്നാൽ പിറക്കാത്തവനും സർവസൃഷ്ടികൾക്കുള്ള ആദിജാതനും. അതായത് ഈ ഒരു പാരമ്പര്യമുണ്ട്. നമ്മുടെ ഗുരുവാണ് എല്ലാത്തിനെയും മുമ്പിൽ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഋഷിയാണ്, ഗുരുവാണ്, അല്ലെങ്കിൽ പ്രവാചകനാണ് സർവത്തിൻ്റെയും മുമ്പിലുള്ളത് എന്ന് പറയുന്ന ആ ആദി പരാശക്തിയായി നിലകൊള്ളുന്നത് പ്രവാചകനാണെന്ന് പറയുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്തരത്തിലുള്ള ചിന്തകളും ഇത്തരത്തിലുള്ള പഠനങ്ങളും പല സൂഫി സംവിധാനത്തിലും ഞാൻ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രകാശം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സത്ത്, ആ സത്ത് ഈ ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിലേക്ക് വന്നത് ഈ ഒരു മാസത്തിൽ 12-ാം തീയതിയാണ്, റബീഉൽ അവ്വൽ 12-നാണ് എന്ന് പൊതുവെയുള്ള അംഗീകരിക്കപ്പെട്ട വാദം. അത് 12 ആഘോഷിക്കുമ്പോൾ നമുക്ക് എപ്പോഴും 12-ന് ശേഷമോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഈ റബീഉൽ അവ്വൽ ഏതെങ്കിലും ഒരു ദിവസം ആഘോഷിക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. ആഘോഷമെന്ന് പറയുമ്പോൾ അതൊരിക്കലും അതിര് കടന്നതിൽ ഒന്നിലേക്കും പോകാൻ പാടില്ല. അതാത് മതങ്ങളുടെ പൊതുവായ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അപ്പുറത്തേക്ക് അതിനൊരു മാർഗം പോകാൻ പാടില്ല. അതിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പ്രവാചകനെ സ്മരിക്കേണ്ടത് നിർബന്ധമാണ്. എന്താണ് സ്മരിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? എന്താണ് ഇപ്പോൾ ഒരാളെ സ്മരിച്ചില്ലെങ്കിൽ സംഭവിക്കുക? ഞാൻ ഇപ്പം തെളിയിച്ചു തരാം. അവിടെ നിൽക്കുന്ന എല്ലാവരും അവനവൻ്റെ മനസ്സിൽ ഉത്തരം പറയണം. അതെല്ലാവരും, അത് ജാതി മത വ്യത്യാസമൊന്നുമില്ല. അതായത് അവനവൻ്റെ ഗുരുക്കന്മാരെ, അവനവൻ്റെ മതത്തിലെ പ്രധാനപ്പെട്ടവരെ സ്മരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് എന്നുള്ള ഉത്തരം ഞാനിപ്പോൾ തെളിയിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അവനവൻ ഉത്തരം പറയുക. ഉള്ളിൽ പറഞ്ഞാൽ മതി, പുറത്തേക്ക് പറയണ്ട. നിങ്ങളുടെയൊക്കെ പേര് നിങ്ങൾക്കറിയാം, അത് നിങ്ങളുടെ മനസ്സിൽ പറയാം. ഇപ്പം എൻ്റെ പേര് ആത്മദാസ് യമി. എൻ്റെ അച്ഛനെ എനിക്കറിയാലോ. ചിലവരുടെ അച്ഛനെ കണ്ടിട്ടുണ്ടാവില്ല, എന്നാലും അച്ഛനെ നമുക്ക് നമ്മുടെ അച്ഛൻ്റെ പേര് പറഞ്ഞു നോക്കും. എൻ്റെ അച്ഛൻ്റെ പേര് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അച്ഛനെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരും നിങ്ങൾ, അതായത് നിങ്ങളുടെ ഫാദറിൻ്റെ പേര് പറയുക, ഫാദറിൻ്റെ ഫാദർ, പിതാവിൻ്റെ പേര് പറയാം. ആ പിതാവിനെ എനിക്കറിയാം. ഇനി അദ്ദേഹത്തിനൊരു പിതാവ് ഉണ്ടാവണമല്ലോ. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ പേരും എനിക്കറിയാം. അതിൻ്റെ അപ്പുറത്തേക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന 1-2 ആളുകൾക്ക് പറയാനായിട്ട് കഴിയും. അതിൻ്റെ അപ്പുറത്തേക്ക്, അതായത് നിങ്ങളുടെ അച്ഛൻ്റെ 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 അച്ഛനെ ഓർമ്മയുള്ള പേര് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊന്തിച്ചാൽ മതി, പറയണ്ട. തങ്ങൾ ഫാമിലി ആണെങ്കിൽ ഉണ്ടാവും, കാരണം അവർക്ക് സിൽസില ഇല്ലേ, തങ്ങളാണ് അല്ല. എന്നൊന്ന് നോക്കൂ, ഇത്രയും ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് ധൈര്യത്താൽ, ഇനിയിപ്പോൾ ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവാതിരിക്കുക, അതെന്തോ ആയിക്കോട്ടെ, എന്നാൽ അപൂർവമാണല്ലോ. തങ്ങൾ ചിലപ്പോൾ തങ്ങൾമാർക്ക് അങ്ങനെ ഉണ്ട്. അവർ യമനിൽ നിന്ന് വന്നവരെയൊക്കെ അങ്ങനെ ഒരു 10, 15, 20 തലമുറയൊക്കെ പറയാറുണ്ട്. അതെന്താ നമുക്ക് അച്ഛൻ്റെ 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 പേര് അറിയില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് തീരെ അറിയില്ല. ഇവിടെ വരെ നമുക്ക് കേട്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞാലോ എന്താ അവിടെ ഒരു അച്ഛൻ ഇല്ലായിരുന്നോ, അവിടെ ഒരു ഉമ്മ ഉണ്ടായിരുന്നില്ലേ? ഇതാണ് സ്മരിക്കാനുള്ള പ്രശ്നം. ഇത് മതങ്ങൾക്ക് സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മതങ്ങളിലുള്ളവരെ നമ്മുടെ അച്ഛൻ്റെ 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 അച്ഛനെയൊന്നും ഓർത്തിട്ടില്ലെങ്കിൽ പോലും ഇത്രയും വലിയ സംഭാവനകൾ ഈ ഭൂമിയിലേക്ക് നൽകിയ ഗുരുക്കന്മാരെ, പ്രവാചകന്മാരെ നമ്മൾ സ്മരിക്കൽ നിർബന്ധം. അത് നമുക്ക് നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. അത് സുന്നത്ത് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഫർളാക്കപ്പെട്ട കാര്യമാകണം. എൻ്റെ ഒക്കെ അഭിപ്രായത്തിൽ അങ്ങനെയാണ്. ഇല്ലെങ്കിൽ ഇതേപോലെയാണ്. എൻ്റെ അച്ഛൻ ഞാനാണ് മരിച്ചു പോകും, പിന്നെ മൂപ്പരച്ഛൻ ഇന്ന ആളാണെന്ന് തോന്നിയിരുന്നു, അതിൻ്റെ അപ്പുറത്ത് മൂപ്പര് പിന്നൊന്നും നമുക്കറിയില്ല. ഒന്ന് ആലോചിച്ചോക്ക്, 14,000 അല്ലെങ്കിൽ 1400 എത്രാമത്തെയാണ് ഈ
499 ആവും. അടുത്ത കൊല്ലം നമ്മൾക്ക് 1500 ആവും. അത്രാമത്തെ ബർത്ത്ഡേ ആകാൻ സാധ്യതയുള്ള സമയങ്ങളാണിത്. കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല. കൃത്യമായി നോക്കി കഴിഞ്ഞാൽ 12 അല്ല, ഹിജ്റ 8 എന്നൊക്കെ പറയുന്ന കൃത്യമായ കണക്കൊക്കെ എന്തൊക്കെയോ ആരൊക്കെയോ പറയാറുണ്ട്. ഞാനിപ്പോൾ അതൊന്നും അല്ല ഇവിടെ പറയുന്നത്. അതുമ്മ കിടന്നിട്ടല്ല ഞാൻ. ആ സ്മരണ 1499 ആണ്ടും ആ സ്മരണ നടക്കണം. അത് മതം നിലനിൽക്കാൻ ആവശ്യമാണ്. ശ്രീനാരായണ ഗുരുവിനെ സ്മരിക്കാറുണ്ട്, ചട്ടമ്പി സ്വാമികളെ സ്മരിക്കാറുണ്ട്, അതേപോലെ വിവേകാനന്ദ സ്വാമികളെ. ഇവരൊന്നും മരിച്ച് ഈ ലോകത്തിൽ നിന്ന് നൂറ്റാണ്ടുകളായാലും പതിറ്റാണ്ടുകളായാലും സഹസ്രാബ്ദങ്ങളായാലും, ഇപ്പോൾ റസൂലുള്ളാഹി വന്നു പോയിട്ട് സഹസ്രാബ്ദ അര സഹസ്രാബ്ദം കൂടി ആകാൻ പോവുകയാണ്. സഹസ്രാബ്ദം എന്ന് പറഞ്ഞാൽ 1000 കൊല്ലം. 1000 കൊല്ലം കഴിഞ്ഞ് 499 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷത്തോടു കൂടി അര സഹസ്രാബ്ദം വീണ്ടും കഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ മാതൃക, അദ്ദേഹം വന്ന് ജീവിച്ചിരുന്നപ്പോൾ നടത്തിയ വിപ്ലവങ്ങൾ, ഈ സോഷ്യൽ എൻജിനീയറിങ്, ഈ സമൂഹത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, ഇതൊക്കെ സ്മരിക്കപ്പെടേണ്ടതാണ്. ഞാനൊക്കെ എപ്പോഴും വളരെ വിഷമത്തോടു കൂടി ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണോ സന്തോഷമാണോ ഒന്നും പറയാൻ പറ്റാത്ത കുറേ കഥകളുണ്ട്. റസൂലുള്ളാഹി ഒരു ദിവസം വരുന്ന സമയത്ത് ഒരു മനുഷ്യൻ, കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയൊരു മനുഷ്യനാണ്. അദ്ദേഹം ഇങ്ങനെ എവിടുന്നോ പാടത്തുനിന്നോ അല്ലെങ്കിൽ മണലാരണ്യത്തു നിന്നൊക്കെ ഇങ്ങനെ ഒരു കൈക്കോട്ടുമായിട്ടൊക്കെ തിരിച്ചു വരിക. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എവിടെ പോയതാണ്? അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ മണ്ണിൽ ഒരാളെ കുഴിച്ചിട്ടിട്ട് വരികയാണെന്ന്. ആരാ മരിച്ചത്? അത് എൻ്റെ ഭാര്യ പ്രസവിച്ചു, പെൺകുഞ്ഞാണ്, ഉടനെ തന്നെ ഞാൻ കൊണ്ടുപോയി കുഴിച്ചിട്ടു. അപ്പോൾ കുട്ടി മരിച്ചോ? ഇല്ല, കുട്ടി മരിച്ചിട്ടൊന്നുമില്ല. അതെന്താ? അതങ്ങനെയുള്ളൂ. അന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പെൺകുട്ടികളൊരു ബാധ്യതയാകുന്നതിലപ്പുറം കുട്ടികൾ വീട്ടിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പം അങ്ങനെയുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ 8 പെൺകുട്ടികളുള്ളൊരു ഉമ്മ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ 8 പ്രസവം? അതിപ്പോൾ അടുത്ത കാലത്തുള്ളൊരു താത്തയാണ്. പണ്ടൊക്കെ 8ഉം 10ഉം 12 ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അടുത്ത കാലത്തൊന്നും അങ്ങനെ 8 പെൺകുട്ടികളാണ്. അപ്പോൾ പറഞ്ഞു, ഒരു ആൺകുട്ടി ആകട്ടെ എന്നിരുന്ന് ഇങ്ങനെ പോയതാണ്. പക്ഷേ റസൂലുള്ളാഹിയുടെ കാലത്ത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് 1 or 2 പെൺകുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ വരുന്നതൊക്കെ അൺവാണ്ടഡ് കിഡ്സാണ്. പെൺകുട്ടികളാണെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇല്ല, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നോക്കാൻ. ഭക്ഷണം കൊടുത്ത് പോറ്റി വളർത്തി വല്ലവൻ്റെ കയ്യിലും കൊടുക്കാനല്ലേ. അതുകൊണ്ട് അപ്പം തന്നെ കൊല്ലാനൊന്നും നിൽക്കൂല, മണ്ണ് കിടന്ന് കുഴിയിൽ കിടന്ന് ചാകുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അദ്ദേഹം നിലവിളിച്ചു എന്നാണ് പറഞ്ഞത്. റസൂലുള്ളാഹിയുടെ കണ്ണ് നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നീ ചെയ്തത് വളരെ തെറ്റാണ്. അപ്പം തന്നെ അദ്ദേഹത്തിന് ഈശ്വരൻ്റെ വഹിയ, ദൈവത്തിൻ്റെ വെളിപാടുണ്ടായി, ഈ ചെയ്തത് തെറ്റാണ്, ഇത് ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അങ്ങനെ ദൈവം ഇത് അംഗീകരിക്കുന്നില്ല എന്ന് പറയാനൊരു നാവ്, ഒരു മുഖം, ഒരു മനസ്സ്, വേദനിക്കാനൊരു മനസ്സ്, അതാണ് പ്രവാചകൻ. അതായിരിക്കണം പ്രവാചകൻ. സമൂഹത്തിൽ നടമാടുന്ന തിന്മകൾക്കെതിരെ പറയാത്തവൻ വിശ്വാസിയല്ല എന്നാണ്. ഒരു വിശ്വാസിയുടെ ലക്ഷണം തന്നെ അതിനെ അങ്ങനെ ചെയ്യരുത് എന്ന് പറയാനാണ്. എന്നാൽ ശരി, സന്തോഷം, എന്നാൽ അടുത്ത കുട്ടീനെ ഉണ്ടാക്കി, പെണ്ണാണെങ്കിൽ ഇനിയും കുഴിച്ചിട്ടോ എന്നല്ല അവിടെ പ്രോത്സാഹനമല്ല കൊടുത്തത്. നീ ചെയ്തത് ഇഹത്തിലും പരത്തിലും ക്ഷമിക്കാത്തതാണ്. ഒരു കാലഘട്ടത്തിലും ദൈവം നിനക്കിതിന് അനുവാദം തന്നിട്ടില്ല. ഏത് മതവിശ്വാസത്തിനനുസരിച്ചിട്ടാണ് നീ ഇത് ചെയ്യുന്നത്? നീ എന്ത് വിശ്വാസമാണ്? നിന്നെ ഏത് ദൈവമാണ് ഇങ്ങനെ പഠിപ്പിച്ചത്? അല്ലെങ്കിൽ ഏത് ഗോത്ര നിയമമാണ്? അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത്? അവിടെ അദ്ദേഹം നിശിതമായി വളരെ വിഷമത്തോടുകൂടി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖഭാവം മാറി. വിഷമവും ദേഷ്യവും സങ്കടവും. മണ്ണിൻ്റെ അടിയിൽ പ്രാണന് വേണ്ടി പെടഞ്ഞു മരിക്കുന്ന പെൺകുഞ്ഞുങ്ങളുടെ ആ കബറിടങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ടാവും. അത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, അവിടുത്തെ ഒരു കോമൺ സംഭവമാണ്. ഞാനൊക്കെ ചെറുപ്പത്തിലൊരു പ്രാവശ്യം എൻ്റെ അച്ഛൻ്റെ നമ്മളൊക്കെ അച്ഛൻ്റെ വീട് കുറേ ദൂരമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അമ്മ വീട് കുറേ ദൂരമായിരിക്കും. അങ്ങനെ അച്ഛൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അതിൻ്റെ അടുത്തൊരു വീട്ടിൽ ഒരു പട്ടി ഇതേപോലെ കുറേ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. 5-6 കുഞ്ഞുങ്ങളുള്ള പട്ടി 5-6 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്, നമുക്കൊന്നും അറിയില്ല. അപ്പോൾ പ്രസവിച്ച കുട്ടികളെ കാണാൻ വേണ്ടി ചെന്നു. അപ്പോൾ പ്രസവിച്ചിട്ട് കുറച്ച് ദിവസമായി, ഏകദേശം കണ്ണൊക്കെ തുറന്ന കുട്ടികളാണ്.
അതിൻ്റെ ഉടമസ്ഥൻ ഞങ്ങൾ ചെന്നപ്പോൾ കാണിക്കുന്നത് ഇതേപോലെ കുഴി വെട്ടി ആരോഗ്യമില്ലാത്തതും അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടാത്തതുമായ പട്ടിക്കുട്ടികൾ ശല്യമാകുമെന്നുള്ളത് കൊണ്ട് ഒരു കുട്ടിയെ മാത്രം നിർത്തി ബാക്കിയുള്ളതിനെയൊക്കെ കുഴിച്ചു മൂടുന്നതാണ് കാണുന്നത്. അന്നതിൻ്റെ മനസ്സിലുണ്ട്, അയ്യോ ഇത് ചെയ്തതൊരു ഒരു പ്രാണീൻ്റെതാണെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, ജീവനോടുകൂടി കുഴിച്ചു മൂടുക എന്നുള്ളത്. അതിനുശേഷം കുറച്ചും കൂടി വലുതായപ്പോഴാണ് ഒരു ഉസ്താദിൻ്റെ ഒരു ഉസ്താദ് ഇങ്ങനെ വയല് പറയുന്ന സമയത്ത് ഈ സംഭവം പറയുന്നത്. അപ്പോൾ ഇതെനിക്ക് വല്ലാണ്ട് കൊണ്ടു. കാരണം ഞാൻ ഓൾറെഡി പട്ടിക്കുട്ടികളെ കുഴിച്ചിടുമ്പോൾ സങ്കടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, മനുഷ്യനെ കുഴിച്ചിടുന്നൊരു കാലം, ജീവനോടുകൂടി കുട്ടികളെ, വേണ്ടാത്ത കുട്ടികളെ കുഴിച്ചിടുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് ഒരു സാമൂഹ്യ പരിവർത്തനം നടത്തിയ സോഷ്യൽ എഞ്ചിനീയർ എന്നൊക്കെയാണ് പറയേണ്ടത്. സാമൂഹ്യ പരിഷ്കർത്താവ് എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിൻ്റെ അപ്പുറത്തേക്കാണ്. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിടെക്റ്റ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, നമ്മൾ പറയുന്നത് പോലെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പം ചർച്ച് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് അമ്പലം പോലെ നോക്കിയിട്ട് കാര്യമില്ല, അമ്പലം ഉണ്ടാക്കുമ്പോൾ അത് പള്ളി പോലെ ആയിട്ടും കാര്യമില്ല. അമ്പലം ഉണ്ടാക്കുമ്പോൾ അമ്പലത്തിൻ്റെ ഷേപ്പും രീതികളും ഉണ്ടാവണം, പള്ളി ഉണ്ടാക്കുമ്പോൾ പള്ളി പോലെ തോന്നണം, അത് സ്കൂൾ പോലെ തോന്നിയിട്ട് കാര്യമില്ല. ഓരോന്നിനും ഓരോ നിർമ്മിതിയുണ്ട്. അപ്പോൾ ഒരു സാമൂഹിക നിർമ്മിതി നടത്താൻ വേണ്ടി വാക്കുകൊണ്ട് തീർച്ച കൊടുത്ത ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ സമൂഹം എത്ര കാലം കഴിഞ്ഞാലും സ്മരിക്കുന്നതിൽ നിന്ന് മാറരുത്. എല്ലാ മതങ്ങളുടെ ആളുകളെയും അതാത് സമയത്ത് സ്മരിക്കുന്നത് പോലെ പറയാനുള്ള നന്മകൾ മുഴുവൻ ആ മനുഷ്യനെക്കുറിച്ച് ഈ ഭൂമിയിൽ വന്ന് ആ കാലഘട്ടത്തിൽ, ഞാൻ പറഞ്ഞല്ലോ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുകളെക്കുറിച്ച് അന്ന് അവരാണല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ. അതുകൊണ്ട് ഞാൻ കൂടുതൽ റസൂലിനെ കുറിച്ച് പറയും. അതിൻ്റെ അർത്ഥം മറ്റുള്ളവരെക്കുറിച്ച് പറയാറില്ല എന്നോ മറ്റുള്ളവരെ കുറിച്ചൊന്നും അറിയില്ല എന്നോ വിചാരിക്കരുത്. ഇന്ന് നമുക്ക് നമ്മുടെ ചർച്ചാ വിഷയം ഇതായിരിക്കണം. അവിടുന്ന് തുടങ്ങുന്നു. അല്ലാണ്ട് ഞാൻ ദൈവത്തിൻ്റെ റസൂലാണെന്നും ദൈവം എന്നെ അയച്ചിട്ടുണ്ടെന്നും ഞാൻ ദൈവത്തിൻ്റെ മെസ്സഞ്ചറാണെന്നും പറഞ്ഞു വന്നിട്ട് മനുഷ്യനൊരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പോയ ഒരാളെ ലോകമധികം ഓർക്കാൻ കഴിയില്ല. ഇതിപ്പോൾ 2 മണിക്കൂറല്ല, നമുക്ക് അനുവദിച്ച സമയവും കഴിഞ്ഞ് അവർ നമുക്ക് ഇനിയും സമയം തന്നാലും നാളെ രാവിലെയല്ല 1 മാസം പറഞ്ഞാലും തീരില്ല. 1 മാസം പറഞ്ഞാൽ തീരുമോ? അപദാനങ്ങൾ റസൂലിൻ്റെ മതകൾ തീരുമോ? അത്രയധികം നമുക്ക് ചരിത്രത്തിൽ നിന്ന് ലഭിക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യത്തിലാണ് ഞാൻ തുടങ്ങിയത്. ഇനി അദ്ദേഹം നടത്തിയ കുറച്ച് സാമൂഹ്യ വിപ്ലവങ്ങൾ, അതോടുകൂടി ആ മനുഷ്യൻ്റെ മനം മാറി. ആ പറഞ്ഞ തീഷ്ണത, ആ മുഖത്ത് കണ്ട സങ്കടം യഥാർത്ഥത്തിൽ തൻ്റേതല്ലാത്തൊരു ചോര കുഞ്ഞിനു വേണ്ടി, തൻ്റെ രക്തത്തിൽ പിറന്നതല്ല, തൻ്റെ ബന്ധുവല്ല, തൻ്റെ ബന്ധുവിൻ്റെ കുട്ടിയല്ല, ആരുമല്ലാത്തൊരു പെൺകുഞ്ഞിനു വേണ്ടി നടത്തിയ ഒരു മൂർച്ഛപ്പെടുത്തിയ വാക്കുകൾ കേട്ടപ്പോൾ ആ പിതാവിൽ വ്യത്യാസം വന്നു. അദ്ദേഹം മതം മാറുകയല്ല ചെയ്തത്, അദ്ദേഹത്തിൻ്റെ മനം മാറ്റം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, അയ്യോ ഇത്രയും വലിയ പ്രശ്നമാണ്, നമുക്കത് അറിയില്ലായിരുന്നു. എനിക്ക് ഇഹവും പരവും നഷ്ടപ്പെടില്ലേ, ദൈവത്തിന് എന്നോട് പ്രീതി ഉണ്ടാവില്ല അല്ലേ, അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ചെയ്യൂല. നീ മാത്രമല്ല ഈ നാട്ടിലൊരു മനുഷ്യനും ഇനി അത് ചെയ്തു പോകരുത് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം കൂടി നിനക്കുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും കൂടിയും കൊടുക്കുക. അല്ലാണ്ട് ഞാൻ ചെയ്യൂല എന്നാൽ അന്നജ്ജ് പോയിക്കോ, അടുത്ത കുട്ടീൻ്റെ പിന്നാലെ പോയി, അടുത്ത പാപ്പാൻ്റെ പിന്നാലെ പോയി, ഇതിങ്ങനെ അത് പറയേണ്ട ഉത്തരവാദിത്വം, തൻ്റെ കുറ്റബോധം ഇനി ഈ സമൂഹത്തിൻ്റെ കുറ്റബോധമാക്കി മാറ്റി അവരെ ആ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന രീതിയിലേക്ക് മറ്റൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിയ വ്യക്തിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മറ്റൊരവസരത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട എത്ര കാരുണ്യത്തിൻ്റെ, അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ഒരാൾ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് എങ്ങനെയോ കടന്നുകൂടി. വാള് സ്വന്തം ഈ കഴുത്തിലേക്ക് വെച്ചുകൊണ്ട് ചോദിക്കൂ, ഇനി നിന്നെ ആര് രക്ഷിക്കും, ആര് നിന്നെ രക്ഷിക്കും എന്ന് മുഹമ്മദിനോട് ചോദിക്കുകയാണ്. നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കൊക്കെ ഒരാൾ അതിക്രമിച്ച് കയറിയ ഇപ്പോൾ IPC അല്ലല്ലോ, അപ്പം ന്യായമൊക്കെ വെച്ചിട്ട് ഏതാണെന്നുണ്ടെങ്കിൽ ഏത് രാജ്യത്തിൻ്റെ നിയമമാണെങ്കിലും ജീവനും സ്വത്തിനും നേരെ ഒരാൾ വിരൽ ചൂണ്ടിയാൽ അയാൾക്ക് നല്ല ശിക്ഷ കൊടുക്കണം എന്നാ.
എല്ലാ നിയമങ്ങളും, എല്ലാ മതങ്ങളുടെ നിയമം, എല്ലാ രാജ്യങ്ങളുടെ നിയമവും. അങ്ങനെ സ്വന്തം ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്ക് ഒരാൾ കത്തിയും വാളുമായി വന്നിട്ട് കത്തി വെച്ചിട്ട് ചോദിക്കുക, നിന്നെ ആര് സഹായിക്കുമെന്ന് ചോദിച്ചു. നല്ല അഭ്യാസിയായിരുന്ന മുഹമ്മദ് അത് തിരിച്ച് എങ്ങനെയോ വാൾ കൈക്കലാക്കി അദ്ദേഹത്തിൻ്റെ കഴുത്തിന് നേരെ ആ വാൾ ചോദിച്ചു, ഇനി നിന്നെ ആര് രക്ഷിക്കും? സത്യമാണ്, നിങ്ങളോടാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയും? ആരുമില്ല നിങ്ങളെ രക്ഷിക്കാൻ. കാരണം നിങ്ങളൊരു തെറ്റ് ചെയ്തു, അതിൻ്റെ ശിക്ഷ എന്നോണം അതേ ശിക്ഷ അല്ലെങ്കിൽ അതേ പ്രവൃത്തി നിങ്ങൾക്ക് വരുന്നൊരു സമയം വല്ലതും പറയാനുണ്ടോ? സാധാരണ എന്താ ചെയ്യുക? കോടതിയാണ് തിരിച്ച് അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ അവിടെ ഞാൻ വേണ്ടാത്ത പരിപാടിക്ക് പോയിട്ടല്ല എന്നെ തിരിച്ച് ഇതേപോലെ എൻ്റെ കഴുത്തിലേക്ക് തിരിച്ചു വന്നത്. അവിടെ പറയുന്നത്, ആദ്യം പറഞ്ഞപ്പോൾ ആരെന്നെ രക്ഷിക്കുമെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹത്തിന് ആകെ പറയാനുള്ളൊരു വാക്ക് അതേ ഉള്ളൂ, അല്ലാഹ്. ദൈവം എന്നെ രക്ഷിക്കും, ദൈവത്തിന് എന്നെ രക്ഷിക്കാൻ അറിയാമെന്നുള്ള ഉറപ്പുള്ളൊരു വ്യക്തിയായിരുന്നല്ലോ. അത് തിരിച്ചു വാങ്ങി തിരിച്ച് ഈ പറയുന്ന കഴുത്തിലേക്ക് തിരിച്ചു പിടിച്ചു കൊടുത്ത് ചോദിച്ചു, ഇനി നിന്നെ ആര് രക്ഷിക്കും? അവന് പറയാൻ രണ്ട് ഉത്തരങ്ങളെ ഉണ്ടാകൂ. അല്ലാ എന്ന് പറയാനുള്ള ധൈര്യം അവനുണ്ടാവില്ല. കാരണം അവൻ അല്ലാ എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ദൈവം എന്താണെന്ന് അറിയില്ലല്ലോ, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് അവന് ഇവിടെ പറയുന്ന ഡെഫിനിഷൻ എന്താണെന്ന് അവന് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഈ അല്ലാ എന്നോട് പൊറുക്കുമോ എന്ന് അയാൾക്ക് അറിയില്ല. അപ്പോൾ ആ ഉത്തരം പറയാനുള്ള ഓപ്ഷൻ ഇല്ല. പിന്നെ എന്തേ പറയാനുള്ളൂ? ആ ഒരു ഘട്ടങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വയ്ക്കും. അപ്പോൾ ആകെ പറയാൻ കഴിയുന്നത്, നീ അല്ലാണ്ട് വേറെ രക്ഷയില്ല, നീ എന്നോട് പുറത്താൻ ഞാൻ രക്ഷപ്പെടും. നീ എന്നെ കൊല്ലാൻ തീരുമാനിച്ചാൽ അതിൽ യാതൊരു കുഴപ്പമില്ല. കാരണം ഞാൻ അങ്ങോട്ട് വന്ന് ആക്രമിച്ചു, തിരിച്ച് എനിക്ക് ആക്രമണം കിട്ടി, അല്ലെങ്കിൽ എന്നെ തിരിച്ചു കൊല്ലാനായി. അതിന് യാതൊരു തെറ്റും ഒരു സംഹിതയും ഒരു ന്യായസംഹിതയും ഒരു രാജ്യത്തിൻ്റെയും പറയില്ല. പറയോ? ഇങ്ങോട്ട് വാളുമായിട്ട് കൊല്ലാൻ വന്ന ഒരാളെ എങ്ങനെയോ നമ്മൾ വാളെടുത്ത് സ്വയരക്ഷയ്ക്ക് വേണ്ടി വീശുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹത്തിലെ തല വെട്ടിക്കളയുമ്പോഴോ, പ്രത്യേകിച്ച് 1400 ചില്ലാനും വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാണ്. ആരാണതിന് ചോദ്യം? എന്താണ് അന്യായം അതിലുള്ളത്? പക്ഷെ അവിടെയാണ് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ എന്ന് പറയുമ്പോൾ, നാം നിങ്ങളെ, അല്ലയോ നബിയെ, നിന്നെ ഈ ലോകത്തിൻ്റെ കാരുണ്യമായിട്ടല്ലാതെ നിന്നെ ഞാൻ അയച്ചിട്ടില്ല എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഇല്ലേ? അങ്ങനെ ഒരു ആയത്തില്ലേ? ആ ആയത്തൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക. ഈ ലോകത്തിൻ്റെ കാരുണ്യമാണ് റഹ്മത്തുൽ ആലമീൻ, അല്ലേ? അങ്ങനെയല്ലേ? റഹ്മത്തുൽ ആലമീൻ. ഈ ലോകം എന്നല്ല, സർവ്വലോകം, ഓൾ വേൾഡ്സ് തന്നെയാണ്. ഈ ലോകം എന്ന് മാത്രം തർജ്ജമ ചെയ്താൽ പോരാ. ലോകങ്ങളുടെ കാരുണ്യമായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല എന്നൊക്കെയാണ് ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ എന്തായിരിക്കും ആ ഒരു സന്നിധി ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, നിനക്ക് പോകാം. അവിടെ വേറെ ക്ലോസുകളൊന്നും പറഞ്ഞില്ല. നീ ഇസ്ലാം സ്വീകരിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ കേട്ട് ഇനി എൻ്റെ ജീവിതകാലം മുഴുവൻ ഇവിടെ അടിമയായി നിന്നാൽ എൻ്റെ കയ്യും കാലും വെട്ടി ഞാൻ എന്നെ ഇടും, ജീവൻ ബാക്കി വെക്കാമെന്നൊന്നും പറഞ്ഞില്ല. പൊയ്ക്കോളാൻ പറഞ്ഞു, ക്ഷമിച്ചു, പൊറുത്തു, കൊടുത്തു. അപ്പോൾ പിന്നെ അയാൾക്ക് മനംമാറ്റം ഉണ്ടാവാതാക്കാൻ സാധ്യതയുണ്ട്. അതായത് ഏറ്റവും വലിയ കാരുണ്യം കാണിക്കുമ്പോഴാണ്, ഏറ്റവും വലിയ കാരുണ്യം നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴുകുമ്പോഴാണ് നമ്മുടെ ഭാഗത്തേക്ക്, നമ്മുടെ കൂടെ ആളുകൾക്ക് നിൽക്കാനായിട്ട് തോന്നുക. അല്ലാണ്ട് വാളുകൊണ്ടോ പേടിപ്പിക്കൽ കൊണ്ടോ ആരെയും മനം മാറ്റാൻ കഴിയില്ല. സംഘടന മാറ്റാൻ സാധിക്കും, മതം മാറ്റാൻ സാധിക്കും, ഭീഷണി കൊണ്ട് പലതും, അതേപോലെ തന്നെ പലരെയും ബഹിഷ്കരിച്ചുകൊണ്ട് അവരെ നമുക്ക് ഉപദ്രവിക്കാനേ സാധിക്കൂ. ചേർത്ത് പിടിക്കാനും അവനവൻ്റേതാക്കാനും അവനവൻ്റെ ഭാഗത്ത് നിൽക്കാനും കഴിയില്ല. സഹാബിമാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളും, വളരെ പ്രധാനപ്പെട്ട ഒരാൾ, അദ്ദേഹവും ഇതേപോലെ നബിയെ വധിക്കണമെന്ന ആലോചനയുമായി നടന്നൊരാളാണ്. അദ്ദേഹം വളരെ പ്രധാനിയായ ഒരു അനുചരനായിട്ട് മാറി. ഇദ്ദേഹവും ഈ വന്ന ആളും വലിയൊരു അനുചരനായിട്ട് മാറി. സഹാബത്തിൽ പെട്ട ആൾ തന്നെയാണ്.
അതെങ്ങനെയാണ് ആ മാനസിക പരിവർത്തനത്തിന് സംഭവിക്കുന്ന ആ സോഷ്യൽ ഡൈനാമിക്സ് എന്താ? അതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഇന്നും ഏതു മതവുമാകട്ടെ അവരനുയായികളിൽ കാണേണ്ടുന്നത് അവരുടെ നേതാക്കൾ കാണിച്ചു കൊടുത്ത ആ കാരുണ്യത്തിൻ്റെ, എല്ലാ മതങ്ങളുടെ നേതാക്കളും കാരുണ്യം പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഒരു മതത്തിൻ്റെ നേതാവും കാരുണ്യം പ്രചരിപ്പിക്കാതെ വന്നിട്ടില്ല. പക്ഷെ അതിൻ്റെ നേർ മാതൃകകൾ അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് അപദാനങ്ങളായി നമ്മൾ പാടണം, അത് പറയണം, സ്മരണകൾ ഉണ്ടാവണം. ഇനി റസൂലുള്ളാഹി മാത്രമായിരുന്നു, അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ ഒരു കച്ചവടം ചെയ്ത സഹാബിയുടെ കഥ ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമുക്കിന്ന് കുറച്ച് സമയമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ആ കച്ചവടം ചെയ്ത് ഒരാളുടെ മനം മാറ്റിയ കഥയും കൂടി ഒന്ന് പറയാം. ഒരു സഹാബി, അദ്ദേഹം കച്ചവടം തീർത്ത് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയാണ്. അവസാനത്തെ കച്ചവടം ഇങ്ങനെ എടുത്തു വെക്കുമ്പോഴല്ലോ, അങ്ങനെ പൊടി തട്ടുന്ന സമയത്തുണ്ടല്ലോ ഒരു ലാസ്റ്റ് കച്ചവടം വരണം. അങ്ങനെ ഒരാൾ യഹൂദൻ വന്നിട്ട് ചോദിച്ചു, എനിക്ക് നിങ്ങളുടെ കടയിലിരിക്കുന്ന ഈ വസ്തു വേണം, അത് തരാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സുഹൃത്തെ ഒരു മിനിറ്റ്, നിങ്ങൾ എനിക്കൊന്ന് സഹായം ചെയ്യുമോ എന്ന് ചോദിച്ചു. അതെന്താ? ആ നേരെ മുമ്പിൽ കാണുന്ന കടയിലൊന്ന് പോയി, അപ്പുറത്തെ കടയിലൊന്ന് പോയി ഇത് മേടിച്ചോളൂ, കാരണം ഇവിടെയുള്ള അവിടെയുണ്ട്, അവിടെ ഒന്ന് പോയി മേടിച്ചാൽ വലിയ ഉപകാരമാകുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ ഉള്ളൊരു ചോദ്യം, ഇതാരാ അവൻ്റെ അമ്മായിൻ്റെ മോനാണെന്നുള്ള, അങ്ങനെയാണല്ലോ കച്ചവടം അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മളങ്ങനെ ചോദിക്കുമല്ലോ, ഇതാരപ്പം അവൻ്റെ കുടുംബക്കാരാണോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊന്നും ഹദീസിലില്ല കേട്ടോ, ഞാൻ പറയുമ്പോൾ കഥ പറയുമ്പോൾ അങ്ങനെയൊക്കെ ഇന്നത്തെ ഭാഷകളും കൂടി സംസാരിക്കുന്നതാണ്. ഏതായാലും ഈ യഹൂദൻ ഒന്നും പറയാതെ മുറുമുറുത്തുകൊണ്ട് അപ്പുറത്തെ കടയിൽ പോയി സാധനം വാങ്ങി. അപ്പോൾ നോക്കുമ്പോൾ സെയിം ക്വാളിറ്റി, അവിടെയുള്ള പോലെ തന്നെ. അപ്പോൾ ഇയാൾക്കൊരു സംശയം, ആ കട ആണെങ്കിൽ ഒരു യഹൂദൻ്റെ കടയാണ്, ഇതൊരു മുസ്ലിം സഹാബിയുടെ കടയാണ്. അപ്പോൾ മുസ്ലിം സഹാബിയോട് ആദ്യം ഒരു കച്ചവടം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ അപ്പുറത്ത് പോയി അടിച്ചോളി. അപ്പോൾ ഇയാൾ കരുതി ഇയാളുടെ പെങ്ങളെ കുട്ടിയോ അല്ലെങ്കിൽ അമ്മായിൻ്റെ മോനൊക്കെ ആയിരിക്കും എന്ന് കരുതി അവിടെ ചെന്ന് നോക്കുമ്പോൾ അതൊരു യഹൂദൻ്റെ കടയാണ്. അപ്പോൾ ഇയാൾക്കത് മനസ്സിലാവുള്ളത്, ഇപ്പോൾ എന്താ ഈ കച്ചവടത്തിൽ, വാട്ട് ഈസ് എ ഡൈനാമിസം ഓഫ് ദിസ് ബിസിനസ്, ഇവിടെ നടത്തുന്നത് എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല. അവനാനെ കിട്ടുന്ന പൈസ അവനാ മേടിച്ച് വെച്ച് കച്ചവടം ചെയ്ത് ക്ലോസ് ആക്കി വീട്ടിൽ പോവുകയല്ലേ വേണ്ടത്. അങ്ങനെയാണല്ലോ ഇന്നും നമ്മൾ ചെയ്യണത്, ഇങ്ങനെയാണല്ലോ നമ്മളെയൊക്കെ സാധാരണ ലോകം പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അയാളുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധമെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, എനിക്കൊരു ബന്ധമല്ല, ഞാൻ അയാളെ എപ്പോഴും ശവിക്കുകയും എനിക്ക് അയാളെ തീരെ കണ്ടുകൂടാ, അയാൾ പുതിയൊരു മതത്തിൻ്റെ ആളാണ്, അയാൾ ചീത്തയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കുറ്റമാണ് അയാൾ പറഞ്ഞു. ഞാൻ അയാളോട് വിരോധത്തിലാണ്, എനിക്ക് അയാളുടെ ഒന്നും ഇഷ്ടമില്ല. ഓഹോ അങ്ങനെയാണ്, പിന്നെന്തിനാ അങ്ങോട്ട് പറഞ്ഞേച്ച്, അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ഇയാളിവിടെ വന്ന് ചോദിക്കണ്ടേ? മാമുണ്ണെന്ന മനുഷ്യനാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ഈ കാണിച്ച ഡൈനാമിക്സ് എന്താണെന്ന് അറിയണമെങ്കിൽ ഇവിടെ വന്ന് ചോദിക്കണം. അങ്ങനെ അയാൾ സാധനം വാങ്ങി ഇവിടെ വന്ന് ചോദിച്ചു. അല്ല, നിങ്ങളിപ്പോൾ എന്ത് കണ്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്ന സാധനം ക്വാളിറ്റി കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണോ അങ്ങോട്ട് വിട്ടത്? പിന്നെ എന്തതിൽ ഇവിടെ സാധനം ഇല്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് വന്ന വലിയൊരു തുകയുടെ കച്ചവടം? ചെറിയ കച്ചവടമൊന്നുമല്ല, 50 റുപ്യേൻ്റെയും 10 റുപ്യേൻ്റെ കടലമുട്ടായിക്കല്ല വന്നത്, വലിയൊരു കാര്യം മേടിക്കാനാണ്. വലിയൊരു സംഖ്യ അന്ന് ഒരു പക്ഷേ ഒരു ദിവസം മുഴുവൻ കച്ചവടം ചെയ്താൽ കിട്ടുന്ന തുകയേക്കാൾ ഒരല്പം വലിയ തുകയ്ക്കുള്ള കച്ചവടമാണ് മിസ്സാക്കിയത്. അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇത്രയും വലിയൊരു തുകയ്ക്കുള്ള കച്ചവടം നിങ്ങൾ മിസ്സാക്കിയത് എന്തിനാ? ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അയാൾക്ക് നിങ്ങളോട് ശത്രുതയാണെന്നാണല്ലോ പറഞ്ഞത്, നിങ്ങളെന്തോ പുതിയ മതക്കാരനാണെന്നൊക്കെ പറഞ്ഞ് അയാൾക്ക് വലിയ വിഷമമാണല്ലോ നിങ്ങളോട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ, അതൊന്നും എൻ്റെ വിഷയമല്ല, എന്നെ ഏൽപ്പിക്കപ്പെട്ടൊരു ദൗത്യമുണ്ട്. ഞാനൊരു മഹാനവറുകളെ, ഞാനൊരു മഹത് വ്യക്തിയെ, ഞാനൊരു പ്രവാചകനെ, ഞാനൊരു റസൂലിനെ കൈകൊടുത്ത് സ്വീകരിച്ചപ്പോൾ ഞാൻ സാക്ഷ്യം വഹിക്കേണ്ടത് അദ്ദേഹത്തെയാണ്. അഷ്ഹദു അലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ആ സാക്ഷ്യം വഹിക്കലേ ഞാനിവിടെ നടത്തിയിട്ടുള്ളൂ. എന്താ എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ, എന്താ ഈ സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ കണ്ടത് സാക്ഷ്യം പറയണേനാണ് ഈ സാക്ഷ്യം വഹിക്കുക എന്ന് പറയും. സാക്ഷി പറയുകയാണ് ഞാൻ. എന്ത്? എൻ്റെ നേതാവിൻ്റെ, എൻ്റെ റസൂലിൻ്റെ കാരുണ്യം, എൻ്റെ റസൂലിൻ്റെ നന്മ. അദ്ദേഹം ഞങ്ങളെ ഇങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. എന്ത്? തൊട്ട് മുമ്പിലുള്ള അയൽവാസി അതാര് തന്നെ ആകട്ടെ, അവന് പട്ടിണിയുള്ളപ്പോൾ അത് വയറ് നിറച്ചുണ്ണുമ്പോൾ അവൻ എന്നിൽപ്പെട്ടവനല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രവാചകനാണ്.
ഒരു പ്രാവശ്യം ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു അത്രേ, ആർക്കാണ് ഞാൻ പെരുന്നാൾ സമയത്ത് ഈദിൻ്റെ സമയത്ത് വിഭവങ്ങൾ ഉണ്ടാക്കി ആദ്യം കൊടുക്കേണ്ടത്? റസൂലുള്ളാഹി പറഞ്ഞു, അയൽക്കാർക്ക്. അത് ഏത് അയൽക്കാർക്ക്? കാരണം ഏറ്റവും അടുത്തുള്ളത് യഹൂദനാണ്. അദ്ദേഹം പറഞ്ഞു, അയൽക്കാരാരാണോ ആദ്യം മുതൽ തുടങ്ങുക. അതിൽ വിശ്വസിച്ചവനെന്നോ വിശ്വസിക്കാത്തവനെന്നോ യഹൂദിയെന്നോ നസ്രാണിയെന്നോ ഒന്നും ഭേദമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ 2-3 പ്രാവശ്യം ഉറപ്പുവരുത്തിയത്രേ. അപ്പോഴൊക്കെ ഒരു സംശയവുമില്ലാതെ റസൂല് പറയുകയാണ്, എന്ത്? അയൽവാസിക്ക് കൊടുത്തു തുടങ്ങും. അയൽവാസി ആരാണോ അത് അവിടെ തൊട്ട് തുടങ്ങുക. അല്ലാതെ ഒന്നാമത്തത് യഹൂദനാണ്, നമ്മുടെ കൂട്ടത്തിലില്ല. രണ്ടാമത്തെ ക്രിസ്ത്യാനിയാണ്, അതും നമുക്കില്ല. മൂന്നാമത്തതാണ്, അങ്ങോട്ട് തുടങ്ങിക്കോളി എന്ന് പറഞ്ഞില്ല അത്രേ. ഇത് കേട്ടുകൊണ്ട് നിന്ന സഹാബിയാണ് കച്ചവടം ചെയ്തപ്പോൾ ഇതിന് സാക്ഷ്യം വഹിക്കുന്നത്. റസൂലിന് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാട്ടോ. ഇന്നും നമുക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയും ഇതുപോലെ. ഞാൻ കണ്ടിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. ഇന്ന് 1499 ആണ്ടുകൾക്ക് മുമ്പ് മരിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ ജനിച്ച ഒരു വ്യക്തിയെ നമുക്ക് കണ്ണിന് കാണാൻ ഭാഗ്യമൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷെ ഈ കഥകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തൊരു വലിയ മാതൃകയാണ് നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കേണ്ടത്. നമ്മൾ റസൂലാന്നൊക്കെ പറയാൻ എളുപ്പമാണ്. ദൈവത്തിൻ്റെ റസൂലാണെങ്കിൽ ദൈവത്തിൻ്റെ കാരുണ്യം മുഴുവൻ. അങ്ങനെയാണല്ലോ ഇന്ത്യൻ അംബാസിഡറിന് ഇന്ത്യൻ കൾച്ചറലി എല്ലാ അർത്ഥത്തിലും ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യാനേ പറ്റൂ. ഓരോ രാജ്യത്തിൻ്റെയും ഇല്ലേ ഇന്ത്യയുടെ അംബാസിഡേഴ്സ് ലോകമെങ്ങും ഇന്ത്യൻ വംശജരും അല്ല ഇന്ത്യക്കാരും ഇന്ത്യൻ പൗരന്മാരും മാത്രമേ ആകൂ. അമേരിക്കയുടെ അംബാസിഡർ എവിടെ വരുമ്പോൾ ഒരു ഇന്ത്യക്കാരനെ അംബാസിഡർ ആക്കൂല. അവിടുന്ന് ഒരു സായിപ്പിനെ തന്നെ ഇടുകയുള്ളൂ എന്ന് പറയുന്ന പോലെ ദൈവത്തിൻ്റെ അംബാസിഡർ, ദൈവത്തിൻ്റെ ഖലീഫ, ദൈവത്തിൻ്റെ പ്രതിനിധി, ദൈവത്തിൻ്റെ പ്രവാചകൻ, ദൈവത്തിൻ്റെ എല്ലാമായി വരുന്നവർക്ക് ദൈവത്തിനോളം കാരുണ്യം ഉണ്ടായിരിക്കണ്ടേ? അതല്ല അതിൻ്റെ ഒരു ന്യായം, നീതി എന്ന് പറയുന്നത്. ആ കാരുണ്യം ഞാൻ കണ്ടതാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ എൻ്റെ ചുറ്റുമുള്ള കടകളിലേക്ക് കണ്ണോടിക്കും. അവിടെയൊക്കെ എത്രത്തോളം ആളുകൾ കയറുന്നുണ്ടെന്നതിൻ്റെ കണക്കെനിക്കുണ്ട്. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ കടയിൽ ഒരു ഈച്ച പോലും കയറിയിട്ടില്ല. എന്നാൽ എൻ്റെ കടയിൽ അൽഹംദുലില്ലാഹ് രാവിലെ മുതൽ നല്ല കച്ചവടം ഉണ്ടായി. എനിക്ക് ധാരാളം പൈസ ഉണ്ടായി. ഇന്ന് അവൻ്റെ വീട് പട്ടിണിയാ. അവനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. ഇന്ന് അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ കയ്യിൽ ഗോതമ്പ് മാവ് ഉണ്ടാവില്ല, അവൻ്റെ കയ്യിൽ ഒലിവെണ്ണ ഉണ്ടാവില്ല, അവൻ്റെ കയ്യിൽ മാംസം ഉണ്ടാവില്ല, അവൻ്റെ കയ്യിൽ കാരക്കയോ ഈന്തപ്പഴമോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇന്ന് അവൻ്റെ കടയിൽ ഒരു ഈച്ച പോലും കയറിയിട്ടില്ല. എന്നാൽ എൻ്റെ കടയിൽ നിങ്ങളിപ്പോൾ അവിടെ കൊടുത്തതിൻ്റെ 4 ഇരട്ടി കാശ് എനിക്ക് ഓൾറെഡി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കച്ചവടം കിട്ടി. ഇതും കൂടി മേടിച്ച് വെക്കാൻ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. പക്ഷെ എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ അയൽവാസി ശത്രുവായാലും മിത്രമായാലും എന്നെ ഉപദ്രവിക്കുന്നവനാണെങ്കിലും എന്നെ ശപിക്കുന്നവനാണെങ്കിലും എൻ്റെ മതം ഇഷ്ടമില്ലാത്തവനാണെങ്കിലും അവൻ്റെ വീടിൽ ഇന്ന് പുകഞ്ഞില്ലെങ്കിൽ ഈ തന്ന കാശ് കൊണ്ട് ഞാൻ പോയി ഒലിവെണ്ണയും ഗോതമ്പ് മാവും കാരക്കയും മാംസവും കൊണ്ട് എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചാൽ അത് ഹലാലല്ല. ഞങ്ങളെ സിദ്ധാന്തപ്രകാരം, എൻ്റെ ഗുരുവിൻ്റെ സിദ്ധാന്തപ്രകാരം അത് ഹറാമാണ്. ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ആയിപ്പോവും. ഞാൻ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ, ഇസ്ലാം സമൂഹത്തിൽ നിന്ന് തന്നെ ബഹിഷ്കരിക്കപ്പെടും. ഓട്ടോമാറ്റിക് എക്സ്കമ്മ്യൂണിക്കേഷനാണ്. അതിന് വേറെ ചടങ്ങൊന്നുമില്ല. നീ ഓൾറെഡി ബഹിഷ്കൃതനാകും സ്വാഭാവികമായും. അപ്പം അയാൾ ചോദിച്ചു, അതിലേറെ നല്ലത് ഞങ്ങൾക്ക് കുറച്ച് പൈസ കൊണ്ടു കൊടുത്താൽ പോരെ അല്ലേ? അതല്ലേ എൻ്റെ ഏറ്റവും നല്ലത്. ഏതായാലും എനക്ക് ഇന്ന് പൈസ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ, എൻ്റെ വക ഒരു ഹദിയ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അതവൻ്റെ ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്യും. കാരണം അവൻ ഏറ്റവും കൂടുതൽ ശത്രുവായി കാണുന്ന ഞാൻ അവന് വൈകുന്നേരം എന്നാ പിച്ച കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യൻ അത് സ്വീകരിക്കുമോ? എന്നാൽ തന്നുള്ള വീട്ടിലെന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി അരി വാങ്ങാനായി, റേഷൻ വാങ്ങാനായി എന്ന് പറഞ്ഞ് തിരികെ വെക്കുന്ന സ്വഭാവക്കാരനല്ല അവൻ. അവൻ്റെ ആത്മാഭിമാനത്തെ ഞാൻ ചോദ്യം ചെയ്യൂല. അവന് ലഭിക്കാനൊരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എനിക്ക് അവനൊരു കച്ചവടം കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ വിൽക്കുന്നത് വേറെ സാധനം, എൻ്റെ കടയിൽ വിൽക്കുന്ന വേറെ. ഈ ഒരു സാധനം മാത്രം അവിടെയും ഇവിടെയും ഒരുപോലെയുണ്ട്. ഇങ്ങനെ ഒരാളെ കാത്താണ് ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നത്. എനിക്ക് വരാകുന്നതും അവന് വരാകുന്നതുമായ ഈ ഒരു ഒറ്റ വസ്തുവേ ഉള്ളൂ.
ബാക്കിയൊക്കെ 100 ഉണ്ടെങ്കിൽ 99 ഓൻ്റെ കടയിലില്ല, ഓൻ്റെ കടയിലുള്ള 99 ഈ കടയിലും ഇല്ല. എന്നാൽ ഈ ഒരു ഭരണി അല്ലെങ്കിൽ ഈ ഭരണിയിൽ ഇരിക്കുന്ന ഈ ഒരു പൊരുൾ അവിടെയുണ്ട്. അപ്പം പിന്നെ ഇതറിയുന്ന ഞാൻ എന്ത് ചെയ്യണം? ഇതിനു വേണ്ടി ഒരാൾ വന്നാൽ ഞാൻ ആ കച്ചവടം അവിടുന്ന് ചെയ്യിപ്പിക്കണ്ടേ? ഇത്രത്തോളം മനസ്സുയർന്നവരുടെ സമൂഹമായിരുന്നു ആദിമ സ്വഹാബത്തിലുണ്ടായിരുന്നത്. ഇങ്ങനെയാണ് സഹീഹുൽ ബുഹാരിയിൽ പറയുന്നുണ്ട്. ആദ്യ ഭാഗങ്ങളിൽ സഹീഹുൽ ബുഹാരി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, കച്ചവടം ചെയ്തവരെല്ലാം നാളെ കുറ്റക്കാരായിട്ടല്ലാതെ പരലോകത്തിൽ ഹാജരാക്കപ്പെടൂല എന്ന്. വല്ലാത്തൊരു ഹദീസാണത്. കച്ചവടം ചെയ്തവരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടു. നാളെ പരലോകത്തിൽ കുറ്റക്കാരായിട്ടല്ലാതെ ഹാജരാക്കപ്പെടൂല എന്നാൽ എല്ലാവരും കുറ്റക്കാരാവുന്ന. അപ്പോൾ ഇത് വായിച്ച സമയത്ത്, ആദ്യ ഭാഗം വായിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ വിഷമം തോന്നി. കാരണം റസൂലുള്ളാഹി സഹാബത്തൊക്കെ കച്ചവടക്കാരായിരുന്നു. അപ്പോൾ ഇവരുടെ രീതി എന്താ? അപ്പോൾ അടുത്ത ഈ സഹീഹുൽ ബുഹാരി തന്നെ തുടർന്ന് വായിക്കുമ്പോൾ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, കച്ചവടം ചെയ്തവർക്കെല്ലാം ഷഹീദിൻ്റെ കൂലിയാണ്. എന്താണ്? കച്ചവടം ചെയ്തവർക്കെല്ലാം ഷഹീദിൻ്റെ കൂലിയാണ്. ഷഹീദ് പറഞ്ഞാൽ അറിയാലോ, രക്തസാക്ഷികൾ. ഒരു കച്ചവടക്കാരൻ ശരിക്കും രക്തസാക്ഷിക്ക് ലഭിക്കുന്ന, അതായത് ഇസ്ലാമെന്നല്ല ലോകത്തിലെ മിക്ക മതങ്ങളിലും രക്തസാക്ഷികൾക്ക് നല്ല സ്ഥാനമുണ്ട്. ഇപ്പം മഹാഭാരത യുദ്ധത്തിൽ മരിക്കുന്നവർക്കൊക്കെ വാഗ്ദാനം ചെയ്യപ്പെടുന്നത് വീരസ്വർഗമാണ്. ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം ഷഹീദുകൾ ഒരുപാടുണ്ട്. നിങ്ങൾ ഗീവർഗീസ് ഷഹദ എന്ന് കേട്ടിട്ടുണ്ടാവും. ഈ ഷഹീദ് എന്നതിൻ്റെ സുറിയാനി പദമാണ് ഷഹദ. ഗീവർഗീസ് ഷഹദ, ദ മാട്രിയർ, അങ്ങനെ ഒരുപാട് പേര്, കുറിയാക്കോസ് ഷഹദ. അതുകൊണ്ട് എല്ലാ മതത്തിലും പ്രത്യേക സ്ഥാനമുള്ളവരാണ് രക്തസാക്ഷികൾ. എന്തിനേറെ നമ്മുടെയൊക്കെ ചില പാർട്ടികൾ തന്നെ എത്രയും രക്തസാക്ഷികൾക്ക് എത്ര പ്രാധാന്യമാണ് കൊടുക്കുന്നത്. ഇല്ല, നിങ്ങൾ മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ മാത്രം രക്തസാക്ഷികളോട് അവർക്ക് സ്നേഹമുണ്ട്, രക്തസാക്ഷികൾക്ക് പ്രാധാന്യമുണ്ട് പാർട്ടിയിൽ പോലും. പിന്നെ ഇപ്പം മതത്തിൻ്റെ കാര്യം പറയണം. അവരുടെ കൂലിയാണ് കച്ചവടക്കാരന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പക്ഷേ ചെയ്യുന്ന കച്ചവടം സഹാബി ചെയ്ത പോലത്തെ കച്ചവടം ആകണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാണ്ട് ഓൻ എന്തേലും ആയിക്കോട്ടെ, ഓൻ തിന്നോ കുടിച്ചോ, ഓൻ്റെ വീട്ടിലേക്ക് അരി വാങ്ങിയോ ഗോതമ്പ് വാങ്ങിയോ ഒലിവെണ്ണ വാങ്ങിയോ എന്ന് നോക്കണത് എൻ്റെ പരിപാടിയല്ല. എൻ്റെ ഇങ്ങോട്ട് കയറിയാൽ ഓൻ 10 വന്നാൽ ഓനെ ഞാൻ 100 എടുപ്പിച്ച് വിടും എന്ന് പറയുന്ന കച്ചവടമാണെങ്കിൽ അല്ലാഹു അഅലം എന്താണ് സംഭവിക്കുക എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. നിങ്ങളുടെ സാമാന്യ ബുദ്ധി കൊണ്ട്, ഈ കേൾക്കുന്നവരുടെ സാമാന്യ ബുദ്ധി കൊണ്ട്. പക്ഷെ ഞാൻ വായിച്ചത് ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വായിച്ചിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും എഴുതിയതായിരിക്കും, അല്ലെങ്കിൽ ഇതിൽ കുറേ നിജസ്ഥിതി ഉണ്ടാവും. ഞാനീ പറഞ്ഞത് എൻ്റെതായ ഒരു കഥാരീതിയിലാണ്. ഹദീസൊക്കെ വളരെ ചെറിയ ഹദീസാണ്, പക്ഷെ സംഭവിച്ചിരിക്കാനുള്ള ഡൈനാമിസമാണ് ഞാനൊന്ന് സൂചിപ്പിച്ചത്. അതുകൊണ്ട് ആ മനുഷ്യന് ആത്മാഭിമാനപൂർവം തൻ്റെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള കാശ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സ്വന്തം കടയിൽ വന്ന വലിയ ഒരു കച്ചവടം ഒഴിഞ്ഞു കൊടുത്ത് അവൻ്റെ വീട്ടിലെ ഭാര്യയെയും അച്ഛനെയും അമ്മയെയും മക്കളെയും പോറ്റാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ടെന്നും അതങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നും എൻ്റെ തൗഫീക്കും ഹിദായത്തും നഷ്ടപ്പെടുമെന്നൊക്കെയുള്ളൊരു ബോധമുണ്ടല്ലോ, അതിനെയാണ്, ആ സംവിധാനത്തെയാണ് ഇസ്ലാം എന്ന് ഞാൻ പറയുന്നത്. എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. അൽഹംദുലില്ലാ അങ്ങനെ ആകട്ടെ. അല്ലെങ്കിൽ എനിക്ക് അവരൊക്കെ തിരുത്താനൊക്കെ ഇഷ്ടം പോലെ പണ്ഡിതന്മാരോടെയുണ്ട്. അങ്ങനെയൊന്നും അല്ല, നമുക്ക് ഇത്രയ്ക്കൊന്നും പോകണ്ടാണ്. ആയിക്കോട്ടെ, എനിക്കൊരു വിഷമവും ഇല്ല. ഞാൻ ഇസ്ലാമിനെ പരിചയപ്പെട്ടതും ഞാൻ ഇസ്ലാമിനെ മനസ്സിലാക്കിയതും പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ പറയാലോ, അതിന് തെറ്റൊന്നും ആർക്കും പറയാനില്ലല്ലോ. ഞാൻ കണ്ടതും ഞാൻ മനസ്സിലാക്കിയ റസൂലും സഹാബിയൊക്കെ ഇങ്ങനെയായിരുന്നു. ഇത് കാണുമ്പോൾ എനിക്കും വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയൊക്കെ അവനവൻ്റെ മതത്തിലെ നന്മകൾ അവരവരുടെ പ്രവാചകന്മാരോട് അല്ലെങ്കിൽ അവരവരുടെ ഗുരുക്കന്മാരോട് ഒട്ടി നിന്നുകൊണ്ട് അവരെ അനുധാവനം ചെയ്യുന്നവരാണ് അനുയായി. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇന്ന് മതങ്ങളിലെ ഒരു വലിയ പ്രശ്നം അനുയായികൾ കുറവാണ്, അനുകൂലികൾ കൂടുതലാണ്. യേശുവിന് അനുയായികളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടപ്പോൾ. ഉള്ളതൊക്കെ കത്തോലിക്ക സഭയുടെ അനുകൂലികളും മർത്തോമ സഭയിലെ അനുകൂലികളും ഓർത്തഡോക്സ് സഭയുടെ ആനുകൂല്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് ആനുകൂലികൾ. ഇസ്ലാമിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, സംഘടനാ സംവിധാനമുണ്ട്. എത്ര പേർ ഈ രീതിയിലുള്ള ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അതിൻ്റെ കണക്കെടുക്കലും അല്ല എൻ്റെ ഡ്യൂട്ടി.
പക്ഷേ അനുകൂലികൾ ഞങ്ങൾ ഇന്ന സംഘടനയെ അനുകൂലിക്കുന്നവരാണ്, അത് ശരിയാണ്. പക്ഷേ റസൂലുള്ളാഹിൻ്റെ അനുയായി ആകണമെന്നുണ്ടെങ്കിൽ ഈ സഹാബീൻ്റെ ക്വാളിറ്റിയെങ്കിലൊക്കെ ഉണ്ടാവണം. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ മറ്റുള്ള മതങ്ങളിലെ അനുകൂലികളുടെയും അനുയായികളുടെയും കടക്കിറക്കാനല്ല ഞാൻ പോകുന്നത്. ഇത് പഠിച്ചോടുകൂടി, റസൂലുള്ളാഹിയുടെയും സഹാബത്തിൻ്റെ ഈ കഥ പഠിച്ചോടുകൂടി ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ എത്രത്തോളം എൻ്റെ ഗുരുക്കന്മാരുമായി എത്രത്തോളം അനുയായിയാണ്, എത്രത്തോളം അനുകൂലിയാണെന്ന് ചിന്തിക്കാൻ ഞാൻ തുടങ്ങി. ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകൂലിയാണോ അനുയായിയാണോ എന്ന് ആദ്യമായി ചിന്തിച്ചത് ആ ഹദീസ് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ മനസ്സിലായി എൻ്റെ ഉള്ളിലും എവിടെയൊക്കെയോ ജാതി ചിന്തകൾ. വന്നിരിക്കുന്നവൻ്റെ ജാതിയൊക്കെ അറിയാനുള്ളൊരു ത്വര ഉണ്ടാവുമല്ലോ നമുക്ക്. ഒരാളെ കാണുമ്പോൾ എന്താ പേര് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, അയാൾ ഏതാ വകുപ്പ് എന്നറിയാൻ വേണ്ടിയിട്ട്. ഒരാൾ എന്നോട് പറഞ്ഞു സുമേഷ്. അപ്പോഴും എനിക്ക് പോരാ, സുമേഷിൻ്റെ വാലെന്തേലും ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ തപ്പി നോക്കിയിട്ട് പറഞ്ഞു വാലൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞു സുമേഷ് നായർ, സുമേഷ് മേനോൻ, സുമേഷ്. ഇത് മനസ്സിൻ്റെ ഉള്ളിൽ പല ആളുകൾക്കും ഉള്ളതാണ്. ഞാൻ അന്നൊരു തീരുമാനമെടുത്തു, ദൈവമേ, ഇന്നു മുതൽ ഞാൻ പരിചയപ്പെടുന്ന ഒരു വ്യക്തിയുടെയും അവൻ്റെ പേരിനപ്പുറത്തേക്ക് അവൻ എന്താണെന്നറിയാനുള്ള ഒരു ത്വര തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റിക്കളയണേന്ന്. അങ്ങനെയാണ് ഈ ഹദീസ് പഠിച്ചോടുകൂടി എനിക്ക് വന്ന മാറ്റം. ഹദീസ് പഠിച്ച് മുസ്ലിങ്ങൾക്ക് മാറ്റം വരട്ടെ, എനിക്ക് വന്നു എന്നാണ് പറഞ്ഞു, അതിൻ്റെ സാക്ഷ്യം പറഞ്ഞു എന്ന് മാത്രം. അതിനുശേഷം എൻ്റെ മുമ്പിൽ വന്ന ഒരു കുട്ടിയുടെയും ജാതി മത വേരുകൾ ഞാൻ അന്വേഷിച്ചിട്ടില്ല. അല്ലെങ്കിൽ അതൊരു കാര്യമാക്കി ഞങ്ങളുടെ ഇടയിലോ ഇടപാടിൻ്റെ ഇടയിൽ അതൊരു പ്രശ്നമാക്കിയിട്ടില്ല. കാരണം ശ്രീനാരായണ ഗുരുവിൻ്റെ അനുയായിയാണെന്ന് എനിക്ക് പറയണ്ടേ, അനുകൂലിയാണെന്ന് പറഞ്ഞാൽ മതിയോ? ഈ റസൂലിൻ്റെ അനുയായിയാണ് ഞാനെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം എന്താ, ഇത് പഠിച്ചത്, ഇത് സ്വീകരിച്ചത് അദ്ദേഹത്തിൽ നിന്നാണ്. ഒരു ഗുരുവിൻ്റെ പ്രബോധനത്തിൽ നിന്ന്, ഒരു ഗുരുവിൻ്റെ പ്രവൃത്തിയിൽ നിന്നൊരു വലിയ കാര്യം ഞാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അനുകൂലിയാണോ അനുയായിയാണോ? അനുയായിയാകാൻ ഇഷ്ടപ്പെടുന്നത്. ഞങ്ങളുടെ ഇടയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മക്കൾ പറഞ്ഞാൽ എൻ്റെ ബയോളജിക്കൽ മക്കളല്ല, എനിക്കൊരുപാട് മുരീതന്മാരുണ്ട്. അതിലൊരു കുട്ടിയുടെ വിഷ്ണു എന്ന് പറഞ്ഞ കുട്ടീൻ്റെ കല്യാണം കഴിച്ചു കൊടുത്തു. വിഷ്ണുവിൻ്റെ ജാതി ഞാൻ ചോദിച്ചിട്ടില്ല, ആ വന്ന മോളുടെ ജാതി നോക്കിയിട്ടില്ല, അറിയില്ല. ഞങ്ങൾ ആദ്യമേ പറഞ്ഞു, ഒന്നാമത്തെ ദിവസം പെണ്ണ് കാണാൻ വേണ്ടി ഇപ്പം നിൻ്റെ കൂടെ വന്ന രാജേന്ദ്രനാഥും ആ വിഷ്ണുവും കൂടി ചെന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ, വീട്ടിൽ ചെന്ന് ആദ്യം പറയേണ്ടത്, ദയവ് ചെയ്ത് ഞങ്ങളുടെ ഗുരു പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ജാതി മത ചിന്ത വർത്താനങ്ങൾ പറയരുത്. 2, സ്ത്രീധനത്തെക്കുറിച്ച് യാതൊന്നും മിണ്ടരുത്. അങ്ങനത്തെ 2 പരിപാടി ഞങ്ങൾക്കില്ല. അങ്ങനെയാണെങ്കിൽ മാത്രം ഞങ്ങൾ ഈ വീട്ടിലേക്ക് സമാധാനം ആശംസിച്ച് കയറും. ഇഷ്ടപ്പെട്ടാൽ കല്യാണം നടക്കും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ പണ്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ 2 കുട്ടികളെ കല്യാണം കഴിച്ചോളണമെന്നില്ല. പക്ഷെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ 2 ചിന്തകളും. അതുകൊണ്ട് തന്നെ 1 വർഷം 1.5 വർഷമായി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് സത്യമായും അറിയില്ല ഇപ്പോഴും ഏത് ജാതിയാണ്. അപ്പം ജാതി മതം ഒന്നും നോക്കാതെ നമുക്കൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കാം. വെറുതെ പറയണതാ കല്യാണം എടുക്കുമ്പോൾ എല്ലാം ജാതി നോക്കുന്നു. അത് ശരിക്കും ഹിന്ദു മതത്തെ ഒന്നും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. കാരണം ഇങ്ങനെയൊക്കെ ചിന്തിച്ച ആചാര്യന്മാർ നമുക്കുണ്ടായിരുന്നു. നമ്മൾ മറക്കരുത് ഇത്തരം ആചാര്യന്മാർ. യേശുവിൻ്റെ അനുയായികൾ ഇത് പറയണം. തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് കച്ചവടം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനി ഉറപ്പ് വരുത്തണം അയൽക്കാരനും കച്ചവടം വരുന്നുണ്ട് എന്നുള്ളത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തേനെക്കാട്ടിലും എന്താ പറയുക, ചില സ്ഥലത്തൊക്കെ കച്ചവടം ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ ഒരുത്തൻ എന്തെങ്കിലും ഒന്ന് തുടങ്ങിയൊന്ന് വിജയിച്ച് കഴിഞ്ഞാൽ ഒട്ടനെ 10 അപ്പുറത്തോട്ട് എടുത്തിട്ട് ആർക്കും കച്ചവടം ഇല്ലാണ്ടാക്കും. ഓനുമില്ല, തുടങ്ങിയോനുമില്ല, പുതിയോനുമില്ല, പയ്യോനുമില്ല. റെഡ് ഓഷൻ ടെക്നോളജി എന്നൊക്കെ സ്ട്രാറ്റജി എന്നൊക്കെ ഇതിന് പറയാം. ആ കടൽ അങ്ങോട്ട് റെഡാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയിട്ട്, അല്ലേ? റെഡ് ഓഷൻ എന്നതിന് പറയാം. ഓഷൻ എന്ന് പറഞ്ഞാൽ കടൽ. ഇപ്പോൾ ഒരുത്തനൊരു സ്വർണ്ണക്കട ഇട്ട് ഇവിടെ വിജയിച്ചു. അപ്പോൾ വരുന്ന ഇവിടെ സ്വർണ്ണം ഭയങ്കര തിന്നുന്ന ആൾക്കാരാണെന്നാണ് തോന്നുന്നത്. നമുക്ക് ഇപ്പുറത്ത് വിടുക, അതൊക്കെ സ്വർണ്ണക്കടയാക്കുക. ആ മുട്ടായി തെരുവിൽ കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ സ്വർണ്ണം അല്ലാണ്ട് വല്ലതും കിട്ടുമോ? കുറച്ച് ബംഗാളികളിടുന്ന ടീഷർട്ടും അല്ലാതെ കുറച്ച് തുണിയുണ്ട്, കുറച്ച് പൊന്നുമുണ്ട്. ഒരു പ്രാവശ്യം എനിക്ക് അവിടുന്ന് ഷുഗർ താണിട്ട് എനിക്കൊരു ചായ കിട്ടണമായിരുന്നു, മധുരമിട്ട ഒരു ചായ. ആ മുട്ടായി തെരുവ് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ കുട്ടികൾ നടന്നിട്ട് അവിടെ നിന്ന് ചായക്കട ഇല്ല. ഒരു ചായക്കട ഇട്ടൂടെ അവിടെ? എത്ര ആൾക്ക് ഉപകാരമാവും? ഇത്രയും ആൾക്കാർ വരുന്ന സ്ഥലമല്ലേ, അതിടൂല. അടുത്തോനും എന്താ ഇവിടെ എന്താ ഏറ്റവും വിജയിക്കുക? മുട്ടായി തെരുവിൽ കട കിട്ടി, എന്നാൽ ഓനും സ്വർണ്ണക്കച്ചവടം.
ഈ സ്വർണം വെക്കുന്നവനും വാങ്ങുന്നവനും ചായ കുടിക്കണ്ടേ? ഇതൊക്കെ ആര് പഠിപ്പിച്ച ബിസിനസ് തന്ത്രങ്ങളാണ്? നമ്മുടെയൊക്കെ മഹത് വ്യക്തികളുടെ, നമ്മുടെയൊക്കെ മതങ്ങളിലെ ഉത്തമ മാതൃകകളെ വിസ്മരിച്ചുകൊണ്ട് ഏതോ യൂണിവേഴ്സിറ്റിയിൽ, കാംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ന്യൂയോർക്കിലും ഏതോ ആൾക്കാർ അവരുടെ PhD തള്ളിവിടാൻ വേണ്ടി ഉണ്ടാക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രങ്ങളുമായിട്ട് കച്ചവടം ചെയ്യാൻ ഇറങ്ങിയിട്ട് ഇഹവും പരവും കിട്ടണമെന്നും പറഞ്ഞാൽ നടക്കൂല. പറഞ്ഞാൽ ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നോട് പുറത്ത് തരും. ചിലപ്പോൾ ഇനി നാളെ മറ്റന്നാൾ ഹജ്ജിനൊക്കെ മാനം പോകണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇനി ഇവിടെ വന്ന് ചോദിക്കാനൊന്നും എനിക്ക് പറ്റൂല. ഇല്ലേ? തീർക്കാനുള്ളതൊക്കെ തീർത്തിട്ടാണ് ഞാൻ പോണത്. ഇല്ല, ആ സമയത്ത് ആ പണ്ട് സുള്ളിയിൽ ഇങ്ങനെ കച്ചവടക്കാരെ കുറ്റക്കാരൻ ചെയ്യാൻ പോയിരുന്നു. കുറ്റം പറയല്ല മക്കളെ, ഷഹീദിൻ്റെ കൂലി ലഭിക്കണമോ സൂക്ഷ്മതയുള്ളവരാകുവിൻ. ഖുർആനിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണം തന്നെ, അല്ലെങ്കിൽ അടിസ്ഥാന വിശ്വാസം, അല്ലെങ്കിൽ അടിസ്ഥാന കൽപ്പന തന്നെ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുവിൻ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന് പറയുന്ന സമാധാനം, അതൊക്കെ വാക്കിന് അർത്ഥമൊക്കെ ഉണ്ട്, എന്തോ ആയിക്കോട്ടെ. പക്ഷെ സൂക്ഷ്മതയുള്ളവർ, അതുകൊണ്ടാണ് സൂര്യനും ചന്ദ്രനും കാരക്കയും ഈ ലോകത്തിലുള്ള പലതും ഇസ്ലാമാണെന്ന് പറയാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം പ്രചരിപ്പിക്കാൻ കാരണം അവരൊക്കെ അവരെ ഏൽപ്പിച്ച ഡ്യൂട്ടിയിൽ അവർ സൂക്ഷ്മത കാണിക്കുന്നുണ്ട്. മനുഷ്യനെ ഏൽപ്പിച്ച ഡ്യൂട്ടി എന്താ? രണ്ട് കാര്യം. ഒന്ന്, ദൈവത്തിനെ സമ്പൂർണമായും കീഴടങ്ങി ആ ഇബാദത്ത്, ആരാധന നിലനിർത്തുക. ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം ഒരാൾക്കും കൊടുക്കാതിരിക്കുക. ഉറപ്പിച്ച് പറയുക. കുൽ, നീ പറയുക, കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതാണ് അതിൻ്റെ അടിസ്ഥാന ഇഖ്ലാസ്. തൗഫീഖിൻ്റെ അടിസ്ഥാനം അതാണ്. ഹിദായത്തിൻ്റെ അടിസ്ഥാനം അതാണ്. അതിൽ യാതൊരു കോംപ്രമൈസിൻ്റെ ആവശ്യമില്ല. കാരണം പിതാവ് ഒന്നാകാനേ തരുള്ളൂ. ഇവിടെ ഇരിക്കുന്നവർക്കൊന്നും രണ്ടുണ്ടാവാൻ സാധ്യതയില്ല. ഈ ലോകത്തിൽ ആരൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യന് ഒരു പിതാവേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ ലോകത്തിനൊരു പിതാവേ ഉള്ളൂ. ഈ സംവിധാനങ്ങൾക്കൊക്കെ ഒരു പിതാവേ ഉള്ളൂ. ഈ സംവിധാനങ്ങൾക്ക് മുഴുവൻ തുടക്കവും ഒടുക്കവും അതിൻ്റെ എല്ലാ നിലനിൽപ്പും ഒക്കെ ഒരാൾക്കാന്ന് അങ്ങ് സമ്മതിക്കുന്നതിൽ അതിൻ്റെ മഹിമയൊന്നും വേറെ ആർക്കും കൊടുക്കണ്ട. രണ്ടാമത്തത്, ഈ കാരുണ്യം മറ്റുള്ളവർക്ക് വിതറുന്ന ഖലീഫമാരാകുക. നാം ആദം സന്തതികളെ ബഹുമാനിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? കാരണം അവരിൻ്റെ ഖലീഫ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ ഖുർആനിലുണ്ട്. അതൊക്കെ ഇവരൊക്കെ പറയും. ഞാൻ ആദം സന്തതികളെ ബഹുമാനിച്ചിരിക്കുന്നത്, ആദത്തെയും ആദം സന്തതിയൊക്കെ ബഹുമാനിച്ചത് അവനെ ഞാൻ എൻ്റെ ഖലീഫയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങക്കറിയാലോ, മനുഷ്യനെന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് തുടങ്ങിയ നിമിഷം മുതൽ അള്ളാഹുവിന് സ്വർഗത്തിൽ സ്വസ്ഥത കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു പുതിയ ജീവിവർഗത്തെ ഉണ്ടാക്കണമെന്ന് മലക്കുകളുടെ നേതാക്കന്മാരെ വിളിച്ചു പറഞ്ഞപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഉസ്താദ് മലക്ക് വെച്ചു, ഇതിപ്പോൾ എന്തിൻ്റെ കുഴപ്പമാണ്? ഞങ്ങൾക്കൊക്കെ ഇപ്പം എന്താ കുഴപ്പം? ഇനി പുതിയതിനെ എന്തിനുണ്ടാക്കണത്? നിങ്ങൾ എത്രയോ ജീവികളവിടെ ഉണ്ടാക്കി, അതിൻ്റെ ഒക്കെ പുറമെ പ്രകാശം കൊണ്ടും നൂറ് കൊണ്ടൊക്കെ ഞങ്ങളുണ്ടാക്കിയില്ലേ? ഇനി അതിലപ്പുറം എന്തൊരു ജീവിനെ ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത്? ഞങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട? അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരു ഭാര്യനെ ഞാനൊരു പെണ്ണും കൂടി കെട്ടുകയാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം ഉള്ളത് അത്ര അങ്ങോട്ട് എന്തുകൊണ്ടൊക്കെയോ സെറ്റ് ആവണില്ല. അതുകൊണ്ട് വെറുതെ ഒരു കുഴപ്പമില്ലാന്ന് നിൽക്കുമ്പോൾ എനിക്കൊരു പെണ്ണും കൂടി കെട്ടണമെന്ന് ആരെങ്കിലും പറയും. അപ്പം ഞാൻ ഒരു ജീവിനെയും കൂടി ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ മലക്കൾ ചോദ്യം ചെയ്തു പോയി, അദബുകേട് കാണിച്ചു പോയി. എന്താണ് പ്രശ്നം? ഞങ്ങൾ പോരെ? ആരാധനയ്ക്ക് വേണ്ടി ഞങ്ങൾ സജ്ജമല്ലേ? 24 മണിക്കൂറും നീ പറഞ്ഞതുപോലെ നിന്നെ സുജൂദ് ചെയ്തും ഇരുന്നും നിന്നും കിടന്നുമൊക്കെ ആരാധിക്കുന്ന അനേക കോടി മലക്കുകൾ ഇവിടെ ഉണ്ടല്ലോ. നീ അൽഹംദുലില്ലാഹ് എന്നോ, നീ മഹാനാകുന്നു എന്നോ, ദൈവമേ നിനക്ക് സ്തുതി എന്നൊക്കെ പറയാൻ എത്ര കോടി മലക്കുകളാ. എന്താ പിന്നെ ഇവിടെ പ്രശ്നം? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിചാരിക്കണ പോലെ അല്ല. എന്നെ ഈ ഭൂമി ലോകത്തിൽ റെപ്രസെൻ്റ് ചെയ്യാനൊരു വ്യക്തിയില്ല. നിങ്ങളൊക്കെ പറഞ്ഞ ഡ്യൂട്ടി ഏൽറ്റ് ചെയ്യുന്ന ഞാൻ പറയുന്നത് എണ്ണയിട്ട പോലെ കമ്പ്യൂട്ടർ, പണ്ടത്തെ കമ്പ്യൂട്ടർ ആണ് മലക്കുകൾ. കാരണം കൃത്യമായി പറഞ്ഞത് എന്നെ ചെയ്യും. അത് എത്ര പ്രാവശ്യം ചെയ്താലും അതിനൊരു കുഴപ്പമില്ല. ഇപ്പം നമ്മളൊക്കെ ടേപ്പ് റെക്കോർഡ്, ഇന്നത്തെ ഈ സംവിധാനത്തിലൊക്കെ ഒരു പാട്ട് പാടിയാൽ 1000 വട്ടം പാട്ട് പാടിയാൽ അതിന് വല്ല കുഴപ്പമുണ്ടോ? അതിനൊരു കുഴപ്പമില്ല. അതിനെ ഏൽപ്പിച്ചത് ആ പാട്ട് പാടാനാണെങ്കിൽ അത് പാടിക്കൊണ്ടേയിരിക്കും. 1000 എത്ര കൊല്ലം കഴിഞ്ഞാലും അതിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും എന്ന് പറയുന്ന പോലെ
നമ്മുടെ മലക്കുകൾക്കൊന്നും ഒരു പ്രശ്നമേ ഇല്ല ആരാധനയ്ക്ക്. എന്നിട്ട് മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി കുറച്ച് മണ്ണ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ എന്തെല്ലാം പുകിലുണ്ടായി. അവസാനം ഈ ഉസ്താദായ മലക്ക് തന്നെ അനുസരണക്കേടിൻ്റെ ഉസ്താദായി മാറി മനുഷ്യനെ പിഴപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു മനുഷ്യനെ ആദം സന്തതിയെ ആദത്തെ ഉണ്ടാക്കിയപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ആ പക എപ്പോഴും ഉണ്ട്. ആ പകയിൽ പെട്ടുപോകരുത്. അത് നമ്മുടെ ഞരമ്പുകളിലൂടെ ഓടുന്നാ പറയണത്. ആ ഞരമ്പുകളുടെ ഉള്ളിൽ ഓടി നടന്ന് നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് ദീനെന്ന് പറയുന്ന ധർമ്മസംഹിതയ്ക്കെതിരെ പോകാൻ അത് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അത്രക്കൊന്നും വേണ്ട, അത്രക്കൊന്നും അങ്ങോട്ട് പോണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഉള്ളിൽ നിന്നുകൊണ്ട് ഇത് പറയും. അത് കേട്ടാൽ വഴി പഴച്ചു. അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരു ദിവസം നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർ എത്ര പ്രാവശ്യമാണ് സൂറത്തുൽ ഫാത്തിഹ ഓതുക, സിറാത്തുൽ മുസ്തഖീം. ആ വഴിപഴക്കാത്തവരുടെയും കോപത്തിനിടയാത്തവരുടെയും ശപിക്കപ്പെടാത്തവരുടെയും ഒക്കെ മാർഗത്തിൽ, നേരായ മാർഗത്തിൽ എങ്ങനെ എന്നെ നയിക്കണേ എന്നുള്ള ആ ഒരു ബോധത്തിൽ ജീവിക്കുന്നവനാണ് ഇസ്ലാം. അങ്ങനെ ആയിരിക്കണം ഇസ്ലാം. ഏത് സമയത്തും തൻ്റെ തന്നെ ഉള്ളിലുള്ള സംവിധാനങ്ങൾ തനിക്കെതിരെ നിന്നുകൊണ്ട് തൻ്റെ സൃഷ്ടിതാവിൻ്റെ ഇച്ഛയ്ക്കെതിരെ തൻ്റെ കാരുണ്യത്തിന് പകരം, ദൈവത്തിൻ്റെ കാരുണ്യമാകുന്നതിന് പകരം ചെകുത്താൻ്റെ അഡ്വക്കേറ്റായി മാറാനുള്ള എൻ്റെ സംവിധാനം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നുള്ള ബോധത്തിൽ മാറാതെ നിന്നുകൊണ്ട് വേണം ആരാധന നിർവഹിക്കാൻ. അതുകൊണ്ട് രണ്ട് കാര്യം: ദൈവത്തിനോടുള്ള കടമ പൂർണ്ണമായി നിർവഹിക്കുക, മനുഷ്യനോടുള്ള കാരുണ്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ ലോകത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഓരോരുത്തരെ കാണുമ്പോഴും എനിക്ക് ഭയങ്കര സ്നേഹവും ബഹുമാനമാണ്. കാരണം ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളാണ്. ഈ കോലത്തിൽ, ഈ രൂപത്തിൽ, ഈ ഭാവത്തിൽ, ഈ സ്വഭാവത്തിൽ. ചില ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടുകളാണെന്നറിയോ? എത്രത്തോളം ബുദ്ധിമുട്ടുകളാണ് അവർ നമുക്ക് തരുന്നത്. നമ്മളെത്രത്തോളം ക്ഷമിച്ചാലും വീണ്ടും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നത്, ഇത് ദൈവം അനുവദിച്ചത്, ഓൻ്റെ ഡ്യൂട്ടി അതാണെങ്കിൽ ഓനത് ചെയ്യട്ടെ. ലോകത്തിലുള്ളവർ മുഴുവൻ എന്നോട് സ്നേഹം കാണിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? എന്നെ ദോഷിക്കാനും ആളുകളുണ്ടാവണ്ടേ? അവരെ കാണുമ്പോൾ പക്ഷേ എൻ്റെ മനോഭാവം എന്താ? നല്ലവരെ കാണുമ്പോൾ ഓൻ അവൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു, അല്ലാത്തവനും എന്നെ ദേഷിക്കുന്നവന് കാണുമ്പോൾ ഓൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു. അത് ദൈവം അറിയാതെ ഒന്നും നടക്കൂല എന്നുള്ള ബോധം. ഇങ്ങനെ ആയിരിക്കണം ഒരു വിശ്വാസിയുടെ മനോഭാവം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തെറ്റുണ്ടെങ്കിൽ ഇവിടെയൊക്കെ തിരുത്തപ്പെടണം. അങ്ങനെ എത്ര കാരുണ്യത്തിൻ്റെ കഥകളാണ് നമുക്ക് സഹാബത്തിൻ്റെയും നബിയുടെയൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ ഭൂമിയിൽ പറയാനുള്ളത്. മക്ക വിജയത്തിന് ശേഷം അറിയാത്തവരോട് പറയാ, ഒരു രാജ്യത്ത്, ഒരു സ്ഥലത്ത് മക്കയിൽ ജനിച്ചിട്ട് അവിടെ പുതിയ ഒരു മതസംവിധാനം അല്ലെങ്കിൽ പുതിയ ഒരു ധർമ്മ സംവിധാനം കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ എതിർപ്പ് കൊണ്ട് ഈ പ്രവാചകന് അടുത്ത ദൂരമുള്ള ഒരു പട്ടണത്തിലേക്ക്, മദീനയിലേക്ക് പോയി ഒളിഞ്ഞു താമസിക്കേണ്ടി വന്നു. അവിടെ നിന്ന് കൊല്ലത്തിലൊരിക്കലെങ്കിലും ഇവിടെ വന്ന് ഈ പറയുന്ന ദേവാലയ സന്ദർശനം പോലും അവിടെ നിഷേധിച്ചു. സ്വന്തം നാട് കാണാനോ ആ കഅബ ദേവാലയവുമായി നടക്കുന്ന ആ വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഹജ്ജ് കർമ്മം, ആ തവാഫൊന്ന് പൂർത്തീകരിക്കാനോ ഈ പറയുന്ന പ്രവാചകനും പ്രവാചകൻ്റെ അനുയായികൾക്കും അനുവാദമില്ലാത്ത ഉപരോധമുണ്ടായിരുന്നു. അവസാനം അവർ പറഞ്ഞു, ഒന്ന് വന്നു പോകാൻ. അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നു പോകാൻ അനുവാദം കൊടുത്തെങ്കിലും അവസാനം വെച്ച് ക്യാൻസലാക്കി. അനുവാദമൊന്നുമില്ല, ഞങ്ങൾ പോയിക്കോളി പറഞ്ഞു, ഇങ്ങോട്ട് വരാനേ പറ്റൂല എന്ന്. അങ്ങനെ സഹിച്ച് അവസാനം അവർ ഈ പറയുന്ന പ്രദേശം പിടിച്ചെടുത്തു, യുദ്ധത്തിലൂടെ പിടിച്ചെടുത്തു. ഈ പിടിച്ചെടുത്തതിന് ശേഷം ഈ വിവരം അറിഞ്ഞിട്ട് അവിടുത്തെ പ്രവാചകനും അദ്ദേഹത്തിൻ്റെ അനുയായികളും ആഹ്ലാദത്തോടു കൂടി തിരിച്ചു വരിക. സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം ദേവാലയത്തിലേക്ക്, സ്വന്തം ആളുകളുടെ ഇടയിലേക്ക്, സ്വന്തം ഗ്രാമത്തിലേക്കൊക്കെ തിരിച്ചു വരിക. എത്രത്തോളം സന്തോഷം ഉണ്ടാവും! വലിയ സന്നാഹമായിട്ട് ആയിരക്കണക്കിന് പടയാളികളും കുതിരയും ആനയും ഒട്ടകം എന്തൊക്കെയോ ഉണ്ടാവുമല്ലോ. എല്ലാ സാധനങ്ങളും എടുത്തിങ്ങനെ സ്പീഡിലോടി മരുഭൂമിയിലൂടെ ഓടി കുതിര ഓടിച്ചൊക്കെ വരിക.
ആ സമയത്ത് റസൂലുള്ളാഹി മുമ്പിൽ പോകുന്ന റസൂലുള്ളാഹി പറയുകയാണ്, മുഹമ്മദ് നബി പറയുകയാണ്, നിൽക്ക് എല്ലാവരും നിൽക്കുക, ആവേശം നിർത്തി റാലി നിർത്തി വെക്കിന്നാ പറയണത്. വലിയ റാലിയാണ് വരുന്നത്, വലിയ ജാഥയാണ് വരുന്നത്, നിരന്നിട്ടാണ് വരുന്നത്. കാരണം മരുഭൂമിയിൽ ഇപ്പോൾ റോഡ് പോലെ ഇങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നിരന്ന് വരാം, ആരും ഒന്നും പറയില്ല. അത്രയ്ക്കും ആവേശത്തിൽ വന്നതിനെ പിടിച്ചു നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മൊമെൻറ്റോ അങ്ങനെയാണല്ലോ, അങ്ങനെ വരുമ്പോൾ പിടിച്ചു നിർത്തി എല്ലാവരോടും ശ്രദ്ധിക്കാൻ പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ഒരു പ്രസവിച്ച പട്ടിയും അതിൻ്റെ കുഞ്ഞുങ്ങളും ഇവരുടെ വരവ് കണ്ട് പേടിച്ച് എങ്ങോട്ടാ ഓടണ്ടേ? മരുഭൂമി എന്ന് പറഞ്ഞാൽ കടൽ പോലെയാ. എങ്ങോട്ട് ഓടിപ്പോകണമെന്നറിയാതെ ദിക്ക് തെറ്റി ദിശ തെറ്റി കുട്ടികൾക്ക് ഓടാനുള്ള കഴിവില്ലാതെ, പട്ടിക്ക് ഓടി രക്ഷപ്പെടാമെങ്കിലും കുട്ടികളുടെ കുഞ്ഞിക്കാലിന് ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത അത്രയ്ക്കും പരപ്പിലാണ് ഇവരുടെ വരവ്. എങ്ങനെയൊക്കെ പോയാലും പട്ടികളും കുട്ടികളും മരിച്ചു പോകും കുതിരക്കുളമ്പടി ഏറ്റുകൊണ്ട്. ഈ പറയുന്ന കാരുണ്യത്തിൻ്റെ പ്രവാചകനല്ലായിരുന്നു എങ്കിൽ എന്ത് പട്ടി എന്ത് കുട്ടി? ഞങ്ങളെ 12 എത്ര കൊല്ലത്തിന് ശേഷമാണ് വരുന്നത്? 12 8 കൊല്ലത്തിന് ശേഷം ഞങ്ങളുടെ ആരാധനയ്ക്ക് പോവുകയാണ്, ഞങ്ങളെ ഹജ്ജിന് പോവുകയാണ്, ഞങ്ങളെ സ്ഥലത്തേക്ക് പോവുകയാണ്. എന്ത് പട്ടി എന്ത് കുട്ടി? ആരടാ പട്ടി? എന്തിനാണ് നോക്കണേ? അവിടെ വേണ്ടാന്ന് പറഞ്ഞാൽ നിൽക്കാൻ അനുയായികളുണ്ടായിരുന്നു, നിൽക്കിന്ന് പറഞ്ഞാൽ നിൽക്കുമായിരുന്നു, സ്വിച്ചിട്ട പോലെ നിന്നു എന്നുള്ളതാണ് ചരിത്രം. ആ പട്ടിയും കുട്ടിയും അതിൻ്റെ സേഫായിട്ടുള്ള സോണിലേക്ക്, അതിൻ്റെ ഏറ്റവും നല്ല സുരക്ഷിതമായ ഏരിയയിലേക്ക് മാറുന്നത് വരെ ആഘോഷത്തെ നിർത്തിവെക്കാൻ കാണിച്ചതിൻ്റെ പേരാണ് റഹ്മത്ത് ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ കാരുണ്യം. അപ്പം അതിനെതിരെയൊന്നും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ ഇതിനെതിരെയൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെൻ്റെ തെറ്റാണെങ്കിൽ അങ്ങനെ കൂട്ടിക്കോളി. ഞാൻ വായിച്ചതിലുള്ളതാട്ടോ, ഞങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ പറയണം. ഇതുവരെ ഒരു വേദിയിലും ഇന്നങ്ങനെ അതൊന്നും ഇല്ലാത്ത കഥയാണ്, വെറുതെ പറയണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അല്ലാത്ത സമയത്ത് ഈ വേദികൾക്കൊക്കെ വരുന്നതിന് മുമ്പ് കുറച്ച് നേരത്തെ വരും. ഞാനിപ്പോൾ ഒരു 4:20 ഇപ്പോൾ നമ്മളെ യൂനൈസിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ സാധാരണയൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ആലിമ്യങ്ങളൊക്കെ വന്നിരിക്കും കാണാനൊക്കെ, അടുത്ത പള്ളിയിലെ ഉസ്താദോ ആരെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ആലിമ്യങ്ങൾ അടുത്തുള്ളവർ വരും. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ ചർച്ച നടത്തും, ഇതൊക്കെ ശരിയാണോ എന്നൊക്കെ അന്വേഷിക്കും. കാരണം നമ്മൾ വായിച്ചതോ അല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ബുക്കുകളൊക്കെ ഉണ്ടാവാൻ. അതുകൊണ്ട് ഇന്ന് വരെ ഈ പറഞ്ഞ കഥകളൊന്നും ഇല്ലാത്തതാണെന്നൊന്നും ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ആ ഉറപ്പിലാണ് ഞാൻ ഇവിടെയും പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ഇന്ന് നടത്തുന്ന രാഷ്ട്രീയ ജാഥകളാകട്ടെ, മതപരമായ ജാഥകളാകട്ടെ, എല്ലാ മതങ്ങളോടുമാണ് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ആംബുലൻസിന് പോലും കടന്നു പോകാനോ, പോലീസ് വാഹനങ്ങൾക്ക് കടന്നു പോകാനോ, ഫയർ എഞ്ചിന് കടന്നു പോകാനോ പോലും അനുവദിക്കാതിരുന്ന സംഭവങ്ങൾ ഇന്ത്യയിൽ, ഇപ്പോൾ കേരളത്തിലൊക്കെ കുറവാണ്, കുറച്ചും കൂടിയൊക്കെ ബുദ്ധിയും വിവരമൊക്കെ ഉള്ളതുകൊണ്ട്. ഇപ്പോഴും ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അത് വെറുതെ പറയല്ല, ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചില ജാഥകളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും വേറെ ആർക്കും ഒന്നിനും പോകണ്ട. ആംബുലൻസിൽ കിടന്ന് പ്രസവിക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. ഈ നൂറ്റാണ്ടിൽ, എൻ്റെ ജീവിതകാലത്ത്, ഈ 49 വയസ്സിനുള്ളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കാലത്താണ് 1499 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് 62 വർഷത്തോളം, അല്ലേ 62 വർഷം, 63 വർഷത്തോളം ജീവിച്ചൊരു മനുഷ്യൻ, അദ്ദേഹം നടത്തിയ ഓരോ അടികളിലും, ഓരോ ഫുഡ് സ്റ്റെപ്പിലും, ഓരോ സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ പാഠം, ഒരു അനുയായി എങ്ങനെയായിരിക്കണം, ഒരു നേതാവ് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് പോകുന്ന കാരുണ്യത്തിനെ കാരുണ്യമെന്നല്ലാതെ പിന്നെ നിങ്ങൾക്ക് വേറെന്താ വിളിക്കാൻ തോന്നുന്നത്? അത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ കുഴപ്പം. കാരുണ്യമാണ്. പറയണം, എന്തോ ബക്കറ്റ് വരുന്നുണ്ടെന്നാ പറയണം, അത് ഒരു പറയേണ്ടതാണ്. ശരി, ഇതുപോലെ തന്നെ ഇനി മക്കയിലേക്ക് പ്രവേശിച്ചു. പോരാളികൾ, വീരാളികൾ മക്കയിലേക്ക് പ്രവേശിച്ചു. ഒരു പ്രസിദ്ധമായ ചരിത്രകാരൻ എഴുതി വെച്ച വാക്ക് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുക, അങ്ങനെ മനസ്സിൽ വരികയാണ്. നോട്ട് ഈവൻ എ സിംഗിൾ വുമൺ വാസ് റേപ്ഡ്.
ഒരൊറ്റ പെണ്ണും അവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ല. എവിടെ പട്ടാള വിപ്ലവം ഉണ്ടായിട്ടുണ്ടോ ലോകത്തിൽ, ഒന്നാം മഹായുദ്ധം, രണ്ടാം മഹായുദ്ധം, വിയറ്റ്നാമീസ് യുദ്ധമോ ചൈനീസ് യുദ്ധമോ എന്ന് വേണ്ട, ലോകത്തിലുണ്ടായ മറ്റെല്ലാ വിജയത്തിൻ്റെ ഇടയിലും ഒരു പെണ്ണിൻ്റെങ്കിലും മാനം പോകാത്ത ഒരു യുദ്ധം അവസാനം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഒരു സാധനം പട്ടാളക്കാരെങ്കിലുമൊക്കെ, കാരണം അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, വീടും കൂടും വിട്ട് മാസങ്ങളോളം അലയുന്ന പട്ടിണി കിടക്കുന്ന, കാമവും ഒരു പട്ടിണിയാ ചിലവർക്ക്. അത് തീർക്കാൻ ഇന്നസെൻ്റ് ആയിട്ടില്ല, ഇന്നസെൻ്റ് ലേഡീസിൻ്റെ പുറത്തേക്ക് ആ പെൺകുട്ടികളെ അവിടെ പിച്ചു ചീന്താറുണ്ട്. അത് ലോകമുണ്ടായ കാലം മുതലുള്ള ഒരു കീഴ്വഴക്കമാണ്. പക്ഷെ ഞാൻ കണ്ടതിലും വെച്ച് ലോകത്തിൽ ഒരു വിജയം വരിച്ച ഒരു നേതാവിൻ്റെ അനുയായികൾ ആ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവിടെ ഒരു പെണ്ണിൻ്റെ മാനവും നഷ്ടപ്പെട്ടില്ല. ഇതൊക്കെ നമ്മൾ പറഞ്ഞേ പറ്റൂ. നോട്ട് ഈവൺ എ സിംഗിൾ വുമൺ വാസ് റേപ്പ്, നോട്ട് ഈവൺ എ സിംഗിൾ ഹൗസ് വാസ് ലൂട്ടഡ്. ഒരൊറ്റ വീടും കൊള്ളയടിക്കപ്പെട്ടിട്ടില്ല. ഒരൊറ്റ വീട്ടിൽ നിന്ന് പോലും ഒരു ഗ്ലാസ് തണ്ണി, ഒരു ഗ്ലാസ് വെള്ളം ചോദ്യം കൂടാതെ, അനുവാദം കൂടാതെ എടുത്ത് പട്ടാളക്കാർ ഉപയോഗിച്ചിട്ടില്ല. ഇങ്ങനെ ഓരോന്നും ഒരു സ്ഥലത്ത് പോലും ഒരു പൊളിക്കൽ നടന്നിട്ടില്ല. നോട്ട് ഈവൺ എ സ്ട്രക്ചർ വാസ് ഡിമോളിഷ്ഡ്. ഒരൊറ്റ സ്ട്രക്ചറും ഈ മക്ക വിജയത്തിന് ശേഷം, ഇത് നമുക്ക് പറ്റാത്ത ബിൽഡിംഗ് ആണ്, പൊളിച്ചു കളയുമെന്നാണ് സാധാരണ പറയുക. ഒരു മതക്കാർ മറ്റൊരു മതക്കാരനെ ആക്രമിച്ച് കീഴടക്കുമ്പോൾ അവൻ്റെ ആരാധനാലയങ്ങളെല്ലാം നിലംപരിശാക്കുന്ന ചരിത്രമാണ് ലോകത്തിന് പറയാനുള്ളതെങ്കിൽ, മുഹമ്മദും മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും നടത്തിയ മക്ക വിജയത്തിൽ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അതുമാത്രമല്ല, അവിടെ വന്നപ്പോൾ അവർ ആദ്യം ചെയ്തത് മക്കയിലെ പ്രശസ്തമായ കഅബ ദേവാലയം തുറക്കുകയും തുറന്ന് അതിൻ്റെ ഉള്ളിൽ കയറി പ്രധാനപ്പെട്ടവർ നമസ്കരിക്കുകയും, തിരിച്ചു വന്നപ്പോൾ ഉണ്ടായൊരു അത്ഭുതമുണ്ട്. നബി അത് പൂട്ടിയിട്ടിങ്ങനെ നോക്കുക, ഇതാരെ കയ്യിലാണ് കൊടുക്കേണ്ടതെന്ന്. അദ്ദേഹത്തിൻ്റെ സ്വന്തം മകളുടെ ഭർത്താവും ബന്ധുക്കാരനുമൊക്കെയായ അലി റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഖലീഫയാകാൻ പോകുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്. ഉസ്മാൻ എന്താ മോശമാണോ? ഉമ്മർ എന്താ മോശമാണോ? അങ്ങനെ ഒരുപാട് സഹാബത്ത് അനുചരന്മാരിങ്ങനെ അറിയാതെ ആ ഭാഗ്യത്തിന് വേണ്ടി കൈനീട്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളാണെങ്കിൽ ആരെയില്ല കൊടുക്കുക? സ്വന്തം മകളെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുക്കല്ലേ അതിൻ്റെ ഒരു ന്യായം? ഫാത്തിമ ഇഷ്ടപ്പെട്ട ഭർത്താവിൻ്റെ കയ്യിൽ, പുയ്യാപ്പിളൻ്റെ കയ്യിൽ കൊടുക്കലാണ് അതിൻ്റെ. അദ്ദേഹം അവരെയൊന്നും നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഞാൻ ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്, ഇത് ഞാൻ ആരുടെ കൈ, ആ ആവേശത്തിൽ അത് നോക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതോ ഒരു വൃദ്ധൻ്റെ കയ്യിൽ വാങ്ങിയതാ. വാങ്ങലും തുറക്കലും, കാരണം അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് നമസ്കരിക്കണം. ആ സമയത്ത് ആരാന്ന് നോക്കാൻ കഴിഞ്ഞില്ല. ഈ തന്ന വൃദ്ധൻ പൂച്ചക്കിനി പൊന്നൊരുക്കുന്നോടത്ത് എന്ത് കാര്യം എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. കാരണം കൊടുക്കാനുള്ളത് പുതിയ ആൾക്കാരെ ഏൽപ്പിച്ച് മൂപ്പര് പോയി. അയാളെ പോയി വിളിച്ചു കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അയാളൊരു മുസ്ലിം ആയിട്ടില്ല. ഈ കഅബ ദേവാലയം മുസ്ലിങ്ങളുടെ ആയിരുന്നില്ല. അതിൻ്റെ കസ്റ്റോഡിയനായിരുന്നത് ഒരു പഴയ ഒരു മനുഷ്യനാണ്, ഒരു വൃദ്ധനാണ്. അയാളെ വിളിച്ചപ്പോൾ അയാൾ പേടിക്കുക, കാരണം തലവെട്ടാനായിരിക്കും. കാരണം പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്നവരൊക്കെ, നമ്മൾ ഏത് ഭരണം മാറിയാലും പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്നവരൊക്കെ തൊപ്പി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ഇവിടെ എന്താ സംഭവിച്ചത്? അയാളും കരുതി ഇന്ന തല പോവും. അയാൾ പറഞ്ഞു, ഇന്നെ ഒഴിവാക്കണം, റസൂല് വിളിക്കുന്നുണ്ട്, നിങ്ങൾ ചെല്ലിയാർ, ഞങ്ങളുടെ നേതാവ് വിളിക്കുന്നുണ്ട്, ഞങ്ങൾ സയ്യിദുന വിളിക്കുന്നുണ്ട്, ചെല്ലി. അദ്ദേഹം വിറച്ച് ആങ്ങി തൂങ്ങിയൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തോട് വളരെ സൗമ്യമായും സ്നേഹമായും ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിൻ്റെ, നിങ്ങളുടെ കയ്യിൽ നിന്നാണോ ഞാൻ ഈ താക്കോല് വാങ്ങിയത്? അതെ, എന്നാൽ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുന്നതിൻ്റെ പേരിനെയാണ് ഞാൻ കാരുണ്യം എന്ന് പറയും. അത് കാരുണ്യം എന്നൊക്കെ പറഞ്ഞാൽ മതിയോ? ദൈവീകമായ കാരുണ്യം എന്നൊക്കെ പറയണ്ടേ? വെറും കാരുണ്യം എന്നൊക്കെ കാണിക്കാൻ നമ്മളെ കൊണ്ടും പറ്റും. ഭക്ഷണമല്ല എന്ന് പറയണവനോട് എന്നാൽ ചായ കുടിച്ചോളി, ഞാനൊരു 10 റുപ്യ കൊടുക്കണ കാരുണ്യമാണ്. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ മരുവന് എടുത്തൂടെ? ആരെങ്കിലും ചരിത്രം ചോദ്യം ചെയ്യുമോ? സ്വന്തം മകളുടെ ഭർത്താവിൻ്റെ കയ്യിൽ കഅബയുടെ ദേവാലയത്തിൻ്റെ താക്കോൽ കൊടുത്താൽ തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന
ആഷിക്കിങ്ങിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്താൽ, സഹാബത്തിൽ ആർക്കെങ്കിലും ഒന്ന് കൊടുത്താൽ ആര് ചോദ്യം ചെയ്യും? ചോദ്യം ചെയ്യാൻ ലോകത്തിലൊരു ധാർമ്മിക വ്യവസ്ഥ ഇല്ല. അങ്ങനെ ചെയ്താൽ അതിന് തെറ്റെന്ന് വിധിക്കാൻ ഒരു ധാർമ്മിക വ്യവസ്ഥ ഇല്ലാത്തടത്തോളം കാലം കൊടുത്താൽ എന്താ കുഴപ്പം? അങ്ങനെയൊന്നും ഇല്ലെങ്കിലും അത് റൈറ്റ്ഫുൾ, അതാണതിൻ്റെ ജസ്റ്റിസ്, അതാണതിൻ്റെ നീതിയും ന്യായവും സത്യവും എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവൻ്റെ പേരാണ് കാരുണ്യം. അല്ലെങ്കിൽ തെളിയിക്കട്ടെ, ഒന്നാലോചിച്ച് നോക്കൂ. ആ മനുഷ്യൻ്റെ മനസ്സ് മാറൂലേ? ആ മനുഷ്യനോട് ഇസ്ലാം ആകാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ ഞങ്ങളെ കൂടെ കൂടിയാൽ അണക്ക് ഞാൻ ഈ താക്കോല് തരാം, എന്താ വേണ്ടതെന്നൊരു അല്ലേ, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഒരു പക്ഷേ അയാൾ മാറും. കാരണം ഇത്രയും കാലം അയാളത് സേവിച്ച ഒരു താക്കോലാണ്, ഇനിയും തനിക്കത് കിട്ടും, അതിനൊരു ഓപ്ഷൻ ഉണ്ട് മുസ്ലിം ആയാൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ മാറും. പക്ഷെ അവിടെ അങ്ങനെ ഒരു ക്ലോസ് വെക്കുന്നതിന് പകരം നിങ്ങൾ തീരുമാനിച്ചു, നിങ്ങൾ എന്നെ കയ്യിൽ വെച്ചോളൂ, ഇവിടെ വന്ന് രാവിലെയും വൈകുന്നേരം ഞങ്ങൾക്ക് തുറന്നു തന്നാൽ മതി, കസ്റ്റഡി ഈസ് വിത്ത് യു. എനിക്ക് തോന്നുന്നത് ഇന്നും ആ കേബ ദേവാലയത്തിൻ്റെ താക്കോൽ ആ കുടുംബക്കാരതാണെന്നാണ് അല്ലേ? ഇപ്പോഴും ആ താക്കോൽ അതാരും മാറ്റിയിട്ടില്ല, ആ കുടുംബം തന്നെയാണ് ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ഏത് ദൈവത്തെ വിശ്വസിക്കുന്നുവോ ആ ദൈവത്തിനെ തന്നെ ഞാനും വിശ്വസിക്കും. നിങ്ങൾ ആരാണെന്ന് ഇവർ സാക്ഷ്യം വഹിക്കുന്നുവോ ഞാനും സാക്ഷ്യം വഹിക്കാൻ തയ്യാറാണ്. അവിടെ മനമാറ്റമാണ് നടന്നത്, മതം മാറ്റമല്ല. നേരത്തെ പറഞ്ഞ സഹാബീൻ്റെ കഥ പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ പോയി, അതും കൂടി ഒന്ന് പറഞ്ഞങ്ങ് തീർക്കട്ടെ. ആ സഹാബിയോട് ഈ യഹൂദൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കച്ചവടം ചെയ്യാൻ കഴിയുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര സൂക്ഷ്മതയോട് കൂടിയിട്ടൊക്കെ അപരൻ്റെ വിശപ്പ് മാറ്റുന്നതും അവൻ്റെ വീട്ടിലേക്ക് സാധനങ്ങൾ എത്തുന്നുണ്ടെന്നുമുള്ള ഉറപ്പ് വരുത്തിക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്നത്? ഇതൊരു മഹാ അത്ഭുതമാണല്ലോ. ഞാനും കുറേ മതമൊക്കെ പഠിച്ച ഒരാളാണ്, അല്ലെങ്കിൽ എനിക്കും കുറേ മതമൊക്കെ അറിയുന്ന ഒരാളാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനൊക്കെ പ്രേരിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചിന്തിപ്പിച്ച് നിങ്ങളൊക്കെ ജീവിച്ച് മാതൃക കാണിക്കുക, അതാണ് പ്രശ്നം. പറയാൻ കുറേ ആൾക്കാർ പലതും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന നിങ്ങളൊക്കെ കാണുമ്പോൾ ആകെപ്പാടൊരു എന്തപ്പം ഞാൻ ചെയ്യുക? എനിക്കെൻ്റെ മനസാക്ഷിയോട് മറ്റൊന്നും ഇനി പറയാനില്ല. എന്താണ് നിങ്ങളുടെ വിശ്വാസം എന്ന് എന്നോട് പറയൂ. എങ്ങനെയാണ് നിങ്ങളുടെ ആ പ്രവാചകൻ്റെ അടുത്തേക്ക്, ആ സെയ്ദിൻ്റെ അടുത്തേക്ക് എങ്ങനെയാണ് എനിക്ക് ചെല്ലാൻ കഴിയുക? ഞാനതിനെന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല. ദൈവം മാത്രമാണ് ഏക ആരാധ്യൻ എന്നങ്ങോട്ട് ഉറപ്പിക്കുക, അതിന് സാക്ഷ്യം വഹിക്കുക. അങ്ങനെയാണോ? ഏകമായ ആരാധ്യനായ ആരാധിക്കേണ്ടുന്നവനെ ഇലാഹായി കാണേണ്ടുന്നവനെ ഞാൻ ഇലാഹായി കാണുന്നു, അതിനെന്താ പ്രയാസം? എന്നത് ഏറ്റു പറഞ്ഞു. ഇനിയോ, ഈ കാരുണ്യം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നവൻ ദൈവത്തിൽ നിന്നുള്ള ദൂതനാണ്, റസൂലാണ്, അതിനും സാക്ഷ്യം പറഞ്ഞോളി. ഞാൻ സാക്ഷ്യം പറയാൻ തയ്യാറാക്കാം, എന്നാൽ ഞാൻ ഈ സാക്ഷ്യം കണ്ടിക്കുക, ഞാൻ ഇപ്പം അത് കണ്ടു അനുഭവിച്ചു, ഇനിയിപ്പോൾ അതാണ്, ഇനി എന്താ ഞാൻ വേണ്ടത്? അങ്ങനെ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിയെന്നാണ് ചരിത്രം. അതുകൊണ്ടൊരു സഹാബി കച്ചവടം ചെയ്താലും, സഹാബി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോയാലും അവിടങ്ങളിലൊക്കെ മതം മാറ്റമല്ല നടന്നിരുന്നത്, മനം മാറ്റം നടന്ന് അതിലൂടെ മതത്തിനെ പുലുകിയവരാണ്. ഒരുപാട് ദവാത്തൊന്നും നമ്മുടെയൊന്നും കേരളക്കരയിലേക്ക് വന്ന സൂഫി വര്യന്മാർ പണ്ട് കാലത്ത് നടത്തിയിരുന്നില്ല. അവരുടെ മുഖകാന്തിയും അവരുടെ സിദ്ധിയും അവരുടെ മുഖത്ത് നിന്നൊഴുകുന്ന സ്നേഹവും കാരുണ്യം കൊണ്ട് ഒരുപാട് പേര് ആ നിറയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച്, ആ മുഖപ്രകാശമൊക്കെ ആസ്വദിച്ച് അതിൽ ലയിച്ചു പോയ ഒരുപാട് പേര്, അതിലേക്ക് കൂടിപ്പോയ ഒരുപാട് പേരുണ്ട്. അവരൊരുപാട്, അന്നൊന്നും പ്രസംഗിക്കാൻ മൈക്കും സംവിധാനങ്ങളൊന്നും ഇല്ല, പക്ഷെ അവർ നടന്നു പോകുന്ന വഴികളിൽ അവർക്ക് അനുയായികൾ ഇങ്ങനെ, അവരുടെ യാത്ര ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ ആ സംഘത്തിൽ അനേകം ആളുകൾ കൂടി അവരവരുടെ നാടും വീടും വിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ പോയി താമസിച്ചവരുണ്ട്. കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയ പലവരും തമിഴ്നാട്ടിൻ്റെ അങ്ങേയറ്റത്ത് കായൽപട്ടണം അവിടെ ഇവിടെയൊക്കെ പോയി വഫാത്തായവരെനിക്കറിയാം. അവിടെയൊക്കെ ചെല്ലുമ്പോൾ കൊടുങ്ങല്ലൂർ വന്നിട്ട് പിന്നെ ഇങ്ങനെ നടന്ന് ഇവിടെ എത്തിയതാ അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും. എവിടുന്ന് അനുചരന്മാരുണ്ടാക്കി? ആ പോണ കൂട്ടത്തിൽ അദ്ദേഹത്തിൽ ആകൃഷ്ടരായി അവിടെ ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെടുക ചെയ്യുന്നത്. ഇതൊക്കെയാണ് പോസിറ്റീവായിട്ടുള്ള സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ബാലപാഠങ്ങൾ. ഇതൊക്കെയാണ് നമ്മൾ സ്ഥിരമായി മനസ്സിലാക്കേണ്ടതും പറയേണ്ടതും. അങ്ങനെ തിരിച്ച് ഇനി നിന്നെ ആര് രക്ഷിക്കുമെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് അള്ളാഹ് എന്ന് പറയാനും കൂടിയുള്ള കഴിവുണ്ടായില്ല എന്ന് പറഞ്ഞു. നീ എന്നെ രക്ഷിച്ചാൽ, നീ എന്നോട് കാരുണ്യം കാണിച്ചാൽ ഞാൻ
ജീവിക്കുമെന്ന് പറഞ്ഞു. നിന്നോട് ഞാൻ കാരുണ്യം കാണിച്ചിരിക്കുന്നു. ആ കാരുണ്യം ആരുടേതാണ്? ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് വന്നതുകൊണ്ടാണ്. ഹലീമയുടെ മുല കുടിച്ചിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധികവും വളർന്നു വന്നത്. ഈ ഹലീമയ്ക്കൊരു മകളുണ്ടായിരുന്നു. മുലകുടി ബന്ധത്തിലെ മക്കളെ പെങ്ങന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബന്ധമാണത്. സ്വന്തം പെങ്ങന്മാരെക്കാട്ടിലും ബന്ധമാണ്. ആ ഹലീമയുടെ മകൾ ഒരു പ്രാവശ്യം അദ്ദേഹം ഈ മക്ക ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സവിധത്തിലേക്ക് വരുന്നൊരു കഥയുണ്ട്. ഹലീമയുടെ മകളെ ഒരു പെങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന സർവ്വ ബഹുമാനത്തോടു കൂടി സ്വീകരിച്ച് കുറേ കാലം അവരെ കൂടെ നിർത്തി. ഒരിക്കൽ പോലും തൻ്റെ വിശ്വാസത്തിലേക്ക് വരാൻ റസൂലുള്ളാഹി നിർബന്ധിച്ചിട്ടില്ല എന്നുള്ളത് ആ ചരിത്രം പറയുന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളു. അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള മനോവികാസം ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തൻ്റെ അനുജൻ അല്ലെങ്കിൽ തൻ്റെ സഹോദരനായ ഈ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി എന്തോ വലിയ സുൽത്താനായി എന്നുള്ള ബോധത്തിൽ ആ സ്ത്രീ തിരിച്ചുപോയി. വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധിച്ച് ഞാൻ പറയണ ഈ 2 വാചകങ്ങൾ ഇതൊന്ന് ചൊല്ലിയാൽ മതി, ബാക്കിയൊക്കെ റെഡിയാവുമെന്ന് പറഞ്ഞു വിടായിരുന്നു. പക്ഷെ പൂർണ്ണമായും അത് ഉൾക്കൊള്ളുകയും അത് പറയുന്നത് എന്താണെന്ന് ഹൃദയം കൊണ്ട് ഏറ്റുപറയുകയും മനസ്സുകൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ഒക്കെ ചെയ്യാനുള്ള ആ പദ്ധതിയും അതിനുള്ള ബുദ്ധിവികാസവും ആ സ്ത്രീക്കില്ല എന്ന് മനസ്സിലാക്കി അവിടെ വെറും ഒരു കോലം കെട്ടിക്കാൻ റസൂലുള്ളാഹി നിന്നില്ല. എത്ര മഹത്തായ മാതൃകയാണ്! വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉമ്മാൻ്റെ മോളല്ലേ, എൻ്റെ ഉമ്മാൻ്റെ മുലപ്പാലും കൂടി കുടിച്ച ഞാൻ എൻ്റെ സഹോദരനല്ലേ, ഇന്നങ്ങടെ വിശ്വസിച്ചുള്ള എന്താ ഇപ്പോൾ ബുദ്ധിമുട്ട്? ഇനി ജീവിതകാലം മുഴുവൻ ഇവിടെ നിന്നോ, അണക്കെല്ലാം കൊണ്ടും നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് പിരികേറ്റായിരുന്നു. പക്ഷേ ഷഹാദത്ത് കലിമ ഉറയ്ക്കണമെന്നുണ്ടെങ്കിൽ വാക്കുകൾ കൊണ്ട് ചൊല്ലിയാൽ മാത്രം പോരല്ലോ, ഹൃദയം കൊണ്ട് ഉറപ്പിക്കണ്ടേ, അതിൻ്റെ അർത്ഥതലങ്ങളെല്ലാം മനസ്സിലാകണ്ടേ. അത് സാക്ഷ്യം വഹിച്ചിട്ടില്ലെങ്കിൽ പോലും എന്നെങ്കിലും സാക്ഷ്യം വഹിക്കുമെന്ന ആ ഒരു അതിൻ്റെ ആ സംവിധാനത്തിൻ്റെത് മുഴുവൻ മനസ്സിലേക്ക് ആവാഹിക്കാൻ കഴിയണ്ടേ. ഇതൊക്കെയാണ് നമുക്ക് കാണിച്ചു തന്ന മാതൃക. അപ്പോൾ ഈ മാതൃകയുടെ പേരായിരിക്കണം ഇത്. ഇന്ന് ഇത്ര ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് സ്മരിക്കുന്നത് പ്രവാചകനും പ്രവാചകൻ്റെ ജയന്തിയുമായുള്ള സ്മരണ അവിടെ നടക്കണം. അപ്പോൾ മറ്റു പലതിനെയും ഇടയിലൊക്കെ സ്മരിച്ചു പോകുന്നല്ലാതെ പ്രധാനമായ സ്മരണം ഇവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ മക്കാ വിജയത്തിന് പുറപ്പെട്ടപ്പോൾ പട്ടിക്കും കുട്ടിക്കും സംരക്ഷണം കൊടുക്കുകയും ഒരാളെയും റേപ്പ് ചെയ്യുകയോ ബലാത്സംഗം ചെയ്യുകയോ അടിക്കുകയോ ഇടിക്കുകയോ കൊല്ലുകയോ ഒരാളും. ഇനി ഈ മക്കാ വിജയം നടത്തി ഇയാൾക്ക് ഈ താക്കോല് കൊടുത്തു, അടുത്തതോ അവിടുത്തെ ആളുകൾ മുഴുവൻ പേടിച്ച് നിൽക്കുക. കാരണം എല്ലാവരുടെയും തല പോകും. കാരണം എന്താ? ഒട്ടകമാല സുജൂദിൽ കിടന്നപ്പോൾ ഒട്ടകത്തിൻ്റെ ചീഞ്ഞ നാറിയ വീർത്ത് കെട്ടിയ കൊടൽമാല തലയിൽ കൊണ്ടിട്ടതാ. ഈ പുതിയ ആരാധന സംവിധാനം നിർവഹിക്കുന്നവനെ അവരിങ്ങനെ തലകുത്തി മറിയുന്നവനെ കണ്ടപ്പോൾ ഇവൻ എന്തായി കാട്ടിക്കൂട്ടണത് എന്ന് പറഞ്ഞിട്ട് ഒട്ടകമാല ഇട്ട് അപമാനിച്ചതാ. എഴുന്നേക്കാൻ വയ്യ സുജൂദിന്ന്. അങ്ങനെ ഉപദ്രവിച്ചവരുണ്ട് അതിൻ്റെ മുമ്പിൽ. സ്വന്തം അനുചരന്മാരുടെ കരള് പറിച്ചെടുത്ത് കടിച്ചു തുപ്പി ആഘോഷിച്ചവരുണ്ട് അതിൻ്റെ ഉള്ളിൽ. കുട്ടികളെപ്പോലും വിടാതെ ഉപദ്രവിച്ചവരുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇവർക്കൊക്കെ ഉറപ്പാണ് തങ്ങൾ ഇന്ന് മരിക്കും. കാരണം പുതിയ തങ്ങളുടെ ശത്രു വിജയിച്ചു വന്നിരിക്കുന്നു. ഇനി തങ്ങൾക്ക് തല അധിക നേരമില്ല എന്നതുകൊണ്ട് തലയും തടവി നിന്നവരോട് പറഞ്ഞു, നിങ്ങൾക്കൊരു തരത്തിലുമുള്ള നിർബന്ധം ഞാൻ പറയുന്നില്ല, ഒരു തരത്തിലുമുള്ള നിബന്ധനകൾ ഞാൻ പറയുന്നില്ല, പ്രത്യേകിച്ചില്ല ഇക്റാഹ ഫിദ്ദീൻ, ദീനിലും ഞാനൊരു നിർബന്ധവും നിങ്ങളോട് പറയണില്ല. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ തോന്നി നേരത്തെ പറഞ്ഞതുപോലെ അത് ഉൾക്കൊള്ളാനുള്ള മനോവിശാലത നിങ്ങൾക്കുണ്ടെങ്കിൽ ശിക്ഷയെ ഭയന്നിട്ടല്ല, ഇഹലോകത്തിലെ ശിക്ഷയും പരലോകത്തിലെ ശിക്ഷയും ഭയന്നിട്ടല്ല ഒരാളിത് മാറ്റിയെടുക്കേണ്ടത്. ഇത് ഉൾക്കൊള്ളാനുള്ള ഹൃദയവിശാലത നിങ്ങൾക്കുണ്ടായി വരുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇപ്പം നിങ്ങളൊക്കെ വീട്ടിൽ തിരിഞ്ഞു പോയിക്കോളി. അപ്പോഴും അവരുടെ വിചാരം എന്താ അറിയോ? തിരിയുമ്പോൾ വെട്ടാനാന്ന് എഴുതിയിട്ട് ഓല് ഇങ്ങനെ പുറകോട്ടാ പോയത് എന്നാ ചരിത്രം. കാരണം തിരിഞ്ഞു പോകുമ്പോൾ ബാക്കിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അമ്പ് കൊണ്ടോ. ഇന്നിപ്പോൾ നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. കൺഫ്രണ്ടേഷൻ എന്നൊക്കെ അതിന് പറയാം. ഏറ്റുമുട്ടലിൽ മരിച്ചു എന്നൊക്കെ പറയാൻ വേണ്ടി ഓടാൻ പറയും. ഓടുമ്പോൾ പുറകുന്ന് വെടിവെക്കും.
അങ്ങനെയൊക്കെ ചെയ്യുന്ന അവർക്ക് വിശ്വാസം വരാത്തതുകൊണ്ട് അവർ പുറകിലേക്ക് പോയി എന്നാണ്. കാരണം പുറകുന്നെങ്ങാനും അമ്പ് ചെയ്താലോ, അത്രത്തോളം വിശ്വസിക്കാൻ കഴിയാത്ത അത്ര സോഷ്യൽ ഡൈനാമിസത്തിൻ്റെ ഉടമയായിരുന്നു, സോഷ്യൽ ചേഞ്ചിൻ്റെ ഉടമയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാലത്താണ് തോന്നുന്നു. ഉസ്മാനാണോ ഉമറാണോ എന്ന് എനിക്ക് കൃത്യമായ ഓർമ്മയില്ല. പെണ്ണുങ്ങൾക്ക് കൊടുത്ത ഫസ്ക് ചൊല്ലാനുള്ള അധികാരത്തെക്കുറിച്ചൊരു ചർച്ച നടന്നു. ഇത് പെണ്ണുങ്ങൾ അന്ന് ഫസ്ക് ചൊല്ലിയിരുന്നു. അത് റസൂലുള്ളാഹി അനുവദിച്ചു കൊടുത്തതാ. ഭർത്താവിന് വേണ്ടുന്നതായ ഗുണങ്ങളില്ലാതിരിക്കുകയും പറഞ്ഞ കരാറുകളിൽ നിന്ന് മാറുകയും സത്യവിശ്വാസത്തിൽ നിന്ന് എതിരെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ ഈ ഭർത്താവിന് എനിക്ക് വേണ്ട എന്ന് മൊഴി ചൊല്ലാൻ, തലാക്ക് ചൊല്ലുന്നത് പോലെ തന്നെ ഫസ്ക് ചൊല്ലാൻ ആർക്ക് അധികാരം കൊടുത്തിരുന്നു? അത് അന്നും ഇന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ചർച്ച വന്നത്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, പെണ്ണുങ്ങളൊക്കെ വല്ലാണ്ട് നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടെന്നൊരു ചർച്ച വന്നു. അപ്പോൾ അന്നത്തെ ഖലീഫ ഉസ്മാനാണോ ഉമറാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം പറഞ്ഞു, നമുക്കൊന്ന് മാറ്റിപ്പിടിച്ചാലോ, നമുക്ക് ക്യാൻസൽ ചെയ്താലോ എന്ന് ചോദിച്ചു. അതിലൊരു സ്ത്രീ എഴുന്നേറ്റെന്ന് ചോദിച്ചു, അള്ളാഹുവിൻ്റെ തിരുദൂതർ, ദൈവത്തിൻ്റെ മെസ്സഞ്ചർ, ദൈവത്തിൻ്റെ റസൂൽ അനുവദിച്ച് തന്നതിനെ നഷ്ടപ്പെടുത്താനും ഇല്ലാതാക്കാനും നിങ്ങൾക്ക് എവിടുന്ന് വേറെന്ത് അധികാരമുള്ളത് ചോദിച്ചു. ഉടനെ ഖലീഫ പറഞ്ഞു, ഒന്നല്ല, പൊട്ട അത് പോട്ടെ, അതങ്ങനെ തന്നെ തുടർന്നോട്ടെ. ദൈവവും ദൈവത്തിൻ്റെ റസൂലും അനുവദിച്ച ആ സംഗതി ഞങ്ങളായിട്ട് ക്യാൻസലാക്കുന്നില്ല. എൻ്റെ അറിവ് ഇപ്പോഴും ശരിയാണെങ്കിൽ ആ ഫസ്ക് ചൊല്ലാനുള്ള അധികാരം എപ്പോഴും സ്ത്രീകൾക്ക് ഇന്നും കൊടുക്കപ്പെടുന്നുണ്ട്. ബുദ്ധിപൂർവ്വം ഉപയോഗിക്കേണ്ടുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ആരുടെ ഭാഗത്ത് നിന്നിട്ടാണ് 1400 ചില്ലുവാനും വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്? ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയും കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചൊക്കെ ഞാൻ പറയുന്നത്, ഒരു മതത്തിൻ്റെ അനുയായിയാകുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അനുകൂലിയാകാം. എന്തിനേറെ നമ്മുടെയൊക്കെ പാർട്ടികളിലും പാർട്ടി അനുഭാവികളും പാർട്ടി അനുകൂലികളേ ഉള്ളൂ. പല സംഘടനകളിലും കുറേ അനുകൂലികളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ, BJP ആകട്ടെ, ലീഗ് ആകട്ടെ, ഏത് പാർട്ടിയും ആയിക്കോട്ടെ, അവരുടെ ഉള്ളിലുള്ളൊക്കെ അണികളുടെയും അനുയായികളുടെയും എണ്ണം കുറയുക. അതിലൊക്കെ നിന്ന് എന്തെങ്കിലും കിട്ടുന്ന ആനുകൂല്യം കിട്ടുന്നവരുടെ എണ്ണം കൂടുക. അതൊക്കെ തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അപജയം. അത് മതമായാലും രാഷ്ട്രീയമായാലും അപജയത്തിലേക്ക് പോകാനുള്ള കാരണം അതാ. 3 കാര്യങ്ങൾ മതത്തിലും രാഷ്ട്രീയത്തിലും അതിപ്രസരണം ഉണ്ടായാൽ അതിന് നശിക്കുന്നുള്ളതാണ്. ഒന്ന്, അതിൻ്റെ വാണിജ്യവൽക്കരണം. മതത്തിലാണെങ്കിലും മതം വാണിജ്യം തുടങ്ങിക്കഴിഞ്ഞാൽ, ബിസിനസ്സാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ, പാർട്ടികളത് ബിസിനസ് വൽക്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൽ രക്ഷ ഉണ്ടാവില്ല, നല്ലത് വരൂല. രണ്ടാമത്തത് സ്ഥാപനവൽക്കരണം. അളവിലേറെ നമുക്ക് ആവശ്യമുള്ളതിലേറെയുള്ള സ്ഥാപനങ്ങൾ നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ തല്ലുകൂടും. അത് പാർട്ടിയാകട്ടെ മതമാകട്ടെ. മൂന്നാമത്തത് പൊളിറ്റിക്കലൈസേഷൻ, അതായത് രാഷ്ട്രീയവൽക്കരണം. ഇന്ന് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട റിലീജൻ, പൊളിറ്റിക്കലൈസ്ഡ് റിലീജനാണെന്നുള്ളത്, അവിടെയാണ് ഇവിടുത്തെ അപജയത്തിന് കാരണം. കാരണം ഈ 3ൻ്റെയും ഗുണങ്ങൾ വളരെ കൂടുതലാണ്. സ്ഥാപനവൽക്കരിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഞെളിയാനും തലപ്പത്തിരിക്കാനുമുള്ള സ്ഥാനമാനങ്ങളും ധനവും വരും. വാണിജ്യവൽക്കരിച്ചു കഴിഞ്ഞാൽ നല്ല പൈസ വരും. രാഷ്ട്രീയവൽക്കരിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഭയങ്കര സപ്പോർട്ട് വരും. ഇതൊരു വല്ലാത്ത പ്രശ്നമാണ് ഇന്നത്തെ കാലത്ത്. സൂക്ഷിക്കേണ്ടുന്ന വലിയ ഇത് 3ഉം ആവശ്യമാണ്. ഞാനിതിനെ തള്ളിപ്പറയൂല, ഞാനിതിനെ എതിരാണെന്ന് പറയരുത്. പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇത് മാത്രമേ ഉള്ളൂ. ഇത് പരിധിയിൽ കവിഞ്ഞ് മതങ്ങളിലേക്ക് വരരുത്. ഇത് പരിധിയിൽ കവിഞ്ഞ് പാർട്ടികളിലേക്ക് വരരുത്. അപ്പോഴാണ് നമ്മളൊക്കെ അപജയം സംഭവിക്കുന്നത്. അത് വയറ്റുപഴപ്പിൻ്റെയും വാണിജ്യത്തിൻ്റെയും ഞെളിയലുടെയും സ്ഥാനമാനങ്ങളുടെയും സ്ഥാനങ്ങളായി മതങ്ങൾ മാറുകയും അനുയായികളുടെ എണ്ണം കുറഞ്ഞ് അനുകൂലികളുടെ എണ്ണം കൂട്ടുകയും ചെയ്യും. അതൊക്കെ ഖിയാമത്ത് നാളിൻ്റെ ലക്ഷണമാണ്. ഹദീസുകളിലൊക്കെ പറയുന്നുണ്ടല്ലോ, നമസ്കരിക്കുന്നവരുടെയും നമസ്കരിക്കാൻ ഉണ്ടാക്കുന്ന
സ്ഥാപനങ്ങളുടെയൊക്കെ എണ്ണം കൂടും, പക്ഷെ അതിൽ നിസ്കരിക്കുന്നവരുടെ എണ്ണം കുറവായിരിക്കും. യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സഹാബിയുടെ കാലിൽ അമ്പ് കൊണ്ടപ്പോൾ അവരത് വലിച്ചൂരാന്ന് ഉടനെ പറഞ്ഞു, എനിക്ക് വേദനിച്ചിട്ട് വയ്യ, നിങ്ങൾ എന്നെ തുടരുത്. ഇതിപ്പോൾ എങ്ങനെയൊന്ന് വലിച്ചൂരാഞ്ഞാൽ ഇത് മുറി ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അടുത്ത ബാങ്കിൻ്റെ ടൈം ആയല്ലോ, അടുത്ത ബാങ്ക് കൊടുക്കട്ടെ, ഞാൻ ആ ബാങ്കിൽ നിൽക്കും. അങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഞാൻ കൈ കെട്ടിങ്ങനെ നിൽക്കും. ആ സമയം മുതൽ ഞാൻ എൻ്റെ ശരീരബോധത്തിൽ ഉണ്ടാവില്ല. എൻ്റെ മനസ്സുയർന്ന് അങ്ങ് ദൂരെ എവിടെയാണോ ചെന്നെത്തേണ്ടത് അവിടെ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ നാഥനെ പ്രണമിക്കുമ്പോൾ, അവിടെ ഞാൻ നമസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ കാല് വെട്ടിയെടുത്താൽ ഞാൻ അറിയില്ല, പിന്നെയല്ലേ അപ്പം നിങ്ങൾ വലിച്ചൂരിക്കോളി എന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള സഹാബിമാർ അത് വലിച്ചൂരിയപ്പോൾ ഒരു ചെറിയ വേദനയുടെ ലാഞ്ചന പോലും ഇല്ലാത്ത, ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ആ അനുചരൻ നമസ്കാരം തുടർന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മളൊക്കെ അള്ളാഹൊക്കെ പറഞ്ഞിടത്ത് കെട്ടുമ്പോഴാണ് നമുക്ക് എവിടെ അയ്യോ താക്കോൽ അവിടെയാണ് വെച്ചതെന്ന് ഓർമ്മയില്ലല്ലോ. ഇന്നും മറന്ന് ഇപ്പം എന്താ കാട്ട്, എന്നാലും പഞ്ചാര കൊണ്ടുവരാൻ മറന്നിരിക്കണം, ഇന്നും പഞ്ചാര കൊണ്ടുവരലുണ്ടാവില്ല. ഇതൊക്കെയാണ് എന്തെല്ലാം അപ്പോഴാണ് എന്തെല്ലാം ഹൂറിമാരെണ്ണപ്പോൾ കുറയോ കൂടും, എന്തൊക്കെയാണ് പാവം, ഒരു പ്രശ്നമല്ല. ഇതൊക്കെ അപ്പോഴേക്കും സലാം വീട്ടിയിട്ടും ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ എവിടെയാണ് ദൈവത്തിലോണം പോയി എന്ന്, കട വരെ പോയി എന്ന്, വീട്ടിൽ ഭാര്യൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി എന്ന്, നാട്ടിൽ കൂടെ ആരൊക്കെ മോഹിച്ചടക്കുന്നുണ്ടോ ഓരോ കൂടെ ഒക്കെ ഒന്ന് പോയി എന്ന്. പച്ചക്കറിക്ക് നാളെ ഇപ്പോൾ തക്കാളിക്ക് വില 10 റുപ്യെന്ന് 20 ഇപ്പം എന്താ കെട്ടുക? അത് ഞാൻ കണ്ടിരിക്കണ. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഗൾഫിലൊക്കെ പോയ നിങ്ങളൊക്കെ അറിയാലോ, അറബികൾ കാട്ടണം. അറബികൾ മോശമായതുകൊണ്ട് പറയുന്നുണ്ടോ, ഒരു ജാതിനെ നമ്മൾ മോശം പറയുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എൻ്റെ കയ്യിൽ ആരോ അയച്ചു തന്നു. ഞാനിത് പറഞ്ഞപ്പോൾ നിസ്കാരത്തിൻ്റെ ഇടയിൽ ഇമാമാണ്, അദ്ദേഹം പോലും ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. കുറച്ച് സമയം കിട്ടുമല്ലോ അതിൻ്റെ ഇടയിൽ, നിസ്കാരത്തിൻ്റെ സമയത്തെങ്കിൽ. എത്രയോ വർഷം ഞാൻ കണ്ടിരിക്കണം. കാരണം ഞാൻ അറബ് നാടുകളിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ചില സംവിധാനത്തിൽ എല്ലാവർക്കും പള്ളിയിൽ കയറിയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാറ്. അപ്പം ഞാൻ എവിടെയെങ്കിലും പോയി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, ഇവർ നിസ്കരിക്കണമൊക്കെ നോക്കിയിരിക്കും. അപ്പോൾ ഒരാൾ ചോദിച്ചു, എന്നാൽ നിസ്കരിക്കണില്ല? അൽസലാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ കാഫിർ എന്നൊക്കെ പറഞ്ഞു. ആ ശരി ശരി, അവിടെ ഇരുന്നോ. കാഫിർ അൽ ഹിന്ദി കാഫിർ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എന്തോ ദീനും അതൊന്നും ഇല്ലാത്തവനാണ്. പിന്നെ എന്താ വെച്ച് ഭക്ഷണത്തിന് വന്നതാണ് അറിയുന്നത്. ആ എന്നാൽ ശരി. അപ്പം അതിൻ്റെ ഇടയിലുണ്ട്, നോമ്പാണ്, നോമ്പിൻ്റെ സമയത്താണ് അടച്ച്. എന്താ ഇപ്പോൾ കാട്ടുക? അറബികളോട് ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ കരുതി ഇതൊക്കെ ഇനി നമ്മളെ നാട്ടിൽ ഇറക്കുമതി ഉണ്ടാകും. പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ ഹാഫിളുകളായുള്ളവരാണ്, അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് സൂറത്തുകളൊക്കെ വലിയ സൂറത്തുകളൊക്കെ അറിയുന്നവരാണ് നിസ്കാരത്തിനൊക്കെ മുമ്പിട്ട് നിൽക്കുക. ഇതിപ്പം ഞാൻ കണ്ട വീഡിയോയിൽ മൂപ്പർക്ക് മുഴുവൻ ഓതാൻ കിട്ടണില്ല. അപ്പം ഇങ്ങനെ ഖുർആൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഡൗൺലോഡ് ചെയ്തതാണ് വായിക്കുന്നത്, ചൊല്ലണത്. ബാക്കിയുള്ളവരൊക്കെ കണ്ണടച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ മൂപ്പര് മാത്രം ഇങ്ങനെ സൂറത്തുൽ യാസീനൊന്നും അവിടെ പോകുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ കരുതി ഇതിനേക്കാളും നല്ല ഞാൻ സൂറത്തുൽ ബക്രയും സൂറത്തുൽ യാസീനൊക്കെ ഞാൻ കാണാപ്പാടം ചൊല്ലും. അല്ല, അത് മതിയല്ലോ, വലിയ സൂറത്തുകളൊക്കെ മതിയല്ലോ. അപ്പം എന്താ അതിൻ്റെയൊക്കെ അർത്ഥം? അനുയായിയാണോ അനുചരനാണോ? ദൈവമേ, ഞാനൊക്കെ വിശ്വസിക്കുന്നതായ സംഹിതയിൽ അല്ലെങ്കിൽ വിശ്വസിക്കുന്നതായ മതത്തിൻ്റെ അനുചരനാക്കി മരിപ്പിക്കണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് ഈ ലോകത്തിലേക്ക് അയച്ചു തന്ന കാരുണ്യത്തെ അതുപോലെ ലോകത്തിൽ പ്രസൻറ്റ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയണേ, ഞങ്ങളെ ജീവിതം മാറ്റണേ എന്ന് പ്രാർത്ഥിക്കണം. ഇതൊക്കെ ഞങ്ങളിൽ നിന്നൊരു നല്ല പ്രവൃത്തിയായി തീർക്കണേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ നാട്ടിലും 10 മണിക്കൊക്കെയാണ് നിർത്തേണ്ടത്. അപ്പോൾ ഏതായാലും ഇനി അധികം സമയമൊന്നുമില്ല. ഇവിടുത്തെ പോലീസുകാരും 10 മണിന്നൊക്കെ ആയിരിക്കും പണ്ടുണ്ടാകുക. പിന്നെ എന്തായാലും മറ്റുള്ളവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു സമയം വേണം. എന്നോട് ഇത്ര സമയം എടുത്തോളാനൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം. അല്ലെ, അലീം എന്താണല്ലോ പ്രാർത്ഥിക്കേണ്ടത്. എന്താണ്? ഇബ്രാഹിം നബിയും കൂട്ടരും അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ച് കഅബ ദേവാലയം പുതുക്കി പണിതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കൈനീട്ടി പറയുകയാണ്, ദൈവമേ, ഈ ചെയ്തത്, ഈ തകർന്നു കിടന്ന ദേവാലയത്തിൻ്റെ 4 ഭാഗത്തും കുറച്ച് കല്ലുകൾ കയറ്റി വെച്ചതൊരു അടയാളപ്പെടുത്തലുകൾ മാത്രമാക്കാനേ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെയൊരു സാധനം ഇവിടെ ഉണ്ട് എന്നിങ്ങനെ അടയാളപ്പെടുത്താൻ മാത്രം കുറച്ച് കല്ല് സ്ക്വയർ ഷേപ്പിൽ എടുത്തു വെച്ചു എന്നുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് ഇതേ കഴിയൂ. ഇത് ഞങ്ങളിൽ നിന്നൊരു നല്ല പ്രവൃത്തിയായി, എന്താണ്, നല്ല അമലായിട്ട് സ്വീകരിക്കണമെന്നാണ്.
സ്വാലിഹായിട്ടുള്ള അമലായിട്ട് സ്വീകരിക്കും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ പ്രസംഗങ്ങൾ കൊണ്ട് തകർന്നു പോയ സമൂഹത്തിലെ മതചിന്തകൾക്ക് മേൽ എന്തെങ്കിലും ഒരു കല്ലുകൾ ഏറ്റെടുത്ത് വെച്ചുകൊണ്ട് എന്തെങ്കിലും പണിതതുപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവമേ ഞാനും പ്രാർത്ഥിക്കും, എന്നിൽ നിന്നതൊരു നല്ല പ്രവൃത്തിയായി സ്വീകരിക്കണം. ഇതിനു വേണ്ടി പ്രയത്നിച്ച, ഇതിനു വേണ്ടി സംഭാവന കൊടുത്തവർ, ഇതിനു വേണ്ടി ഇവിടെ വന്നവർ, ദൂരത്തുനിന്ന് വന്നവർ, ചിലരൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ 10-15 കിലോമീറ്റർ ദൂരത്തുനിന്ന് നിങ്ങളത് കാണാൻ വേണ്ടി, നിങ്ങളെ കാണാൻ വേണ്ടി, അറിയാൻ വേണ്ടി, കേൾക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതിനൊക്കെ അവസരം ഉണ്ടാക്കിയവർ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ, ഇതിനു വേണ്ടി നമുക്ക് സഹായം ചെയ്ത അധികാരികളെല്ലാവരും അതിൻ്റേതായ തക്കതായ പ്രതിഫലം ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ആ പ്രതിഫലം അതിന് കാരണമായിട്ട് എൻ്റെ വാക്കുകൾ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു നന്മയുണ്ടാക്കാൻ, നന്മ ചിന്തിക്കാൻ ഇടവരുത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദീനിൻ്റെ ദർജ ഉയർത്താൻ എൻ്റെ വാക്കുകളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. റസൂലിൻ്റെ ഹുബ്ബ്, റസൂലിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ആ തെറ്റിദ്ധാരണയിൽ നിന്ന് മാറ്റി അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തെ പ്രകീർത്തിക്കാൻ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാൻ എൻ്റെ വാക്കുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത്ര കല്ലുകൾ എടുത്തു വെച്ചതും പൂർത്തിയാക്കാനൊന്നും നമുക്ക് ഇബ്രാഹിം നബിക്കും കൂട്ടർക്കും കഴിയില്ല. അത് ആ ഒന്ന് അടയാളപ്പെടുത്താനേ പറ്റുമോ. ഒരു ബൗണ്ടറി ഇട്ട് വെക്കാൻ, എന്തെങ്കിലും ഒരു അവിടെ എന്തോന്ന് സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയാൻ മാത്രമേ അവർക്ക് സംഭവിച്ചിട്ടുള്ളൂ. അതേ പ്രാർത്ഥനയുള്ളൂ എനിക്ക്. എല്ലാവരെയും ഈശ്വരൻ നന്നായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ മതജീവിതത്തിലുള്ളവർ അതാത് മതങ്ങളുടെ ആഴത്തിലേക്കിറങ്ങി അവരവരുടെ ഗുരുക്കന്മാരുടെ പഠിപ്പിക്കലുടെ മൗലികതയിലേക്ക് പോയി അവരുടെ അനുചരന്മാരായി, അവരുടെ അനുയായികളായി, അനുകൂലികളാകാതെ, വെറും അനുകൂലികളാകാതെ അനുചരന്മാരായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ಹಲೋ. ತನ್ನ ಧರ್ಮವನ್ನು ಅರಿತು ಇನ್ನೊಂದು ಧರ್ಮವನ್ನು ಅರಿಯಬೇಕಾದರೆ ಹೃದಯ ವೈಶಾಲ್ಯತೆ ಬೇಕು. മണിക്കൂറോളം ചിന്തിക്കുന്നവന്റെ ചിന്താമണ്ഡലത്തിലേക്ക് അത്ഭുതകരമായ വിഷയങ്ങളെ അതിമനോഹരമായി അവതരിപ്പിച്ച നമ്മുടെ ഇന്നത്തെ വേദിയെ, മഹത്തരമായ വേദിയെ ധന്യമാക്കി തന്ന ശ്രീമദ് സ്വാമി ആത്മദാസ് യാമി കേരള, അദ്ദേഹത്തിന് എല്ലാവിധ നന്ദികൾ രേഖപ്പെടുത്തുന്നു. താങ്കൾക്ക് വേദിയുടെ അവസാന ഭാഗത്ത് ആദരിക്കുന്ന ഒരു സംരംഭവും നടത്താനുണ്ട്. പോകരുത് എന്നുള്ള ಕಾರ್ಯಕ್ರಮದ ಮುಂದಿನ ಭಾಗವಾಗಿ